Is it clear, everyone? So we discussed about financial instruments. About financial instruments in the first standard IAS 32 ആണ്. So അതിൽ നമ്മൾ ഫൈനാൻഷ്യൽ അസറ്റിനെയും അതേപോലെ ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നോക്കി. ഇതേപോലെ നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു സനാരിയോ ആണ്. സംടൈംസ് we have an obligation to issue fixed number of shares എന്ന സിറ്റുവേഷൻ വരാം. ലെറ്റ്സ് സേ ഒരു കമ്പനിക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, എന്ത് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എനി ട്രാൻസാക്ഷൻ ദേ ഹാവ് ടു ഇഷ്യൂ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കൺവേർട്ടബിൾ ലോൺ നോട്ട് എടുക്കാം. കൺവേർട്ടബിൾ ലോൺ നോട്ടിന്റെ പ്രത്യേകത എന്താ? ആ ലോൺ നോട്ട് റെഡീം ആവുന്ന ദിവസം എയ്തർ റെഡീം ഇൻ ക്യാഷ് ഓർ ഫിക്സഡ് ഷെയർസ് ആണ്, അല്ലെ? ഒന്നെങ്കിൽ ആ ലോൺ നോട്ട് അവർക്ക് എന്തായിട്ട് റെഡീം ചെയ്യാം, ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാം, അല്ലെങ്കിലോ ദേ ഹാവ് ടു റെഡീം ഇറ്റ് ഇൻ ഫിക്സഡ് ഷെയർസ്. ദാറ്റ് ഈസ് ഒരു ലോൺ നോട്ടിന് 100 ഷെയർ അല്ലെങ്കിൽ ഒരു ലോൺ നോട്ടിന് 50 ഷെയർസ്. അപ്പോ അവിടെ നമ്പർ ഓഫ് ഷെയർസ് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ at any point of time in future, if you have an obligation to issue fixed number of shares, എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പൊ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ will you account it as an equity or liability? ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നേ? നിങ്ങൾ ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യോ, ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യോ? ആ, നമുക്കൊരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ആ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? വിൽ അക്കൗണ്ട് ദാറ്റ് സിറ്റുവേഷൻ ആസ് ഇക്വിറ്റി. കേട്ടോ? അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ റിവിഷൻ ഞാൻ മെയിൻലി ഡെഫിനിഷന്റെ പാർട്ടല്ല നോക്കുന്നത്, ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അത് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എത്ര ഷെയർ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൺവേർട്ടബിൾ ലോൺ നോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഷെയർസിനെ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്? ഇക്വിറ്റി ആയിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്, അല്ലെ? കൺവേർട്ടബിൾ ലോൺ നോട്ടിൽ നമ്മൾ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഷെയർസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനെ ഇക്വിറ്റി ആയിട്ടായിരുന്നു അക്കൗണ്ട് ചെയ്തത്, ഈവൻ FRലാണെങ്കിലും. ഓക്കെ, അപ്പൊ SBRലോട്ട് വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇത്രയൂടെ സ്പെസിഫിക് ആയിട്ട് അവർ ചോദിക്കും. അപ്പോ ആസ് എ പാർട്ട് ഓഫ് എനി ഒബ്ലിഗേഷൻസ് നിങ്ങൾക്ക് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം മക്കളെ? ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. ഇൻ ദ സെയിം വേ, ഇഫ് യു ഹാവ് ആൻ ഒബ്ലിഗേഷൻ ടു ഇഷ്യൂ വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ആണെങ്കിലോ? വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അപ്പൊ എന്താണ്? ഇവിടെയും ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും ആ ഒബ്ലിഗേഷൻ ടു ഇഷ്യൂ വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് ലയബിലിറ്റി. അതിനെ നമ്മളൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. കേട്ടോ? അപ്പൊ IAS 32-ൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോ either there will be a question based on liability or equity എന്നുള്ള സംഭവം എന്തായാലും ചോദിക്കാം. അതായിരിക്കും മോസ്റ്റ് പ്രിഫറബിളി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ. അപ്പൊ ഡെഫിനിഷൻസ് കാണാതെ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ പിക്ക് ചെയ്തിട്ട് അതിനെ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യോ, ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യോ, അതാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ. ബിക്കോസ് ഐ നോ ദാറ്റ് എല്ലാവരും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലൈക്ക് യു മൈറ്റ് ഹാവ് ഹേർഡ് ദ ക്ലാസ്സസ്. അപ്പോൾ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് ഒരു എക്സാം പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പൊ ഈ നോളജ് പാർട്ട് എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പൊ നമുക്കെങ്കിൽ IAS 32-ന്റെ ഈ ഒരു ഏരിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. Can you see the question, guys? Exhibit 4 കാണുന്നുണ്ടോ? അപ്പൊ ഇത് IAS 32 സ്പെസിഫൈ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഒരു കൺവേർട്ടബിൾ ബോണ്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Will you account the whole amount as an liability or ഇതിനെ ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യണോ, ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യണോ എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും IAS 32-ന്റെ ഭാഗമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആ പ്രസന്റേഷൻ പാർട്ടും IAS 32-ന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂയിങ് ദ ബോണ്ട്, അപ്പൊ അന്ന് നമുക്ക് എത്ര രൂപയുടെ ലോൺ നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്? ഇവിടെ
എത്ര രൂപയുടെ ലോൺ നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്? 20 million. ഈ 20 million ലോൺ നോട്ടിനെ അവർ എന്തായിട്ട് അക്കൗണ്ട് ചെയ്തേക്കുന്നത്? നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് അക്കൗണ്ട് ചെയ്തത്. പക്ഷെ നമുക്കറിയാം ഈ നോൺ കറന്റ് ലയബിലിറ്റി അല്ലത്, ബിക്കോസ് ദ ബോണ്ട് ഈസ് റെഡീമബിൾ ഫോർ ക്യാഷ് ഓൺ 30 September 2007. അപ്പൊ അതിന്റെ മീനിങ് എന്താ? നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു പേ ക്യാഷ്. ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താ മക്കളെ? ഇക്വിറ്റി ആണോ ലയബിലിറ്റി ആണോ? ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്, ഒബ്വിയസ്ലി ഇറ്റ്സ് ലയബിലിറ്റി. ലയബിലിറ്റി. പക്ഷെ പ്രശ്നം വരുന്നത് എന്താ? ഇത് കൂടാതെ തന്നെ, ഈ ഓപ്ഷൻ കൂടാതെ ബോണ്ട് ഹോൾഡേഴ്സ് ക്യാൻ ഇൻസ്റ്റെഡ് ഓപ്റ്റ് ഫോർ കൺവേർഷൻ ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ അവർക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? ഈ ബോണ്ടിനെ വേണമെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓരോ ബോണ്ടിനും ഇത്ര ഷെയർ എന്നുള്ള രീതിയിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ രണ്ട് ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? We are giving them two options. എന്തൊക്കെയാ? Redeemable cash. Obligation to pay cash and issue fixed number of shares. അപ്പൊ 20 million നമുക്ക് കിട്ടിയത് നമുക്ക് തിരിച്ച് ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിലോ റെഡീം ചെയ്യുമ്പോൾ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ചത് വെച്ച് നമുക്കറിയാം, ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ഫൈനാൻഷ്യൽ ലയബിലിറ്റി. ആൻഡ് ഇഫ് യു ഹാവ് ടു ഇഷ്യൂ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ്, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുമെങ്കിൽ ആ പോർഷൻ എന്തായിട്ട് വരണം? ഇക്വിറ്റി. വി നോ ദാറ്റ് ദാറ്റ്സ് ആൻ ഇക്വിറ്റി. അപ്പൊ നമുക്ക് ഒരു രീതിയിൽ ഒരു സ്പ്ലിറ്റ് അക്കൗണ്ടിങ് ആണ് ഇവിടെ ചെയ്യേണ്ടത്, അല്ലെ? അപ്പോ ക്വസ്റ്റിനകത്തിൽ ആ പറയുന്ന കമ്പനി എന്താ ചെയ്തേക്കുന്നത്? ദ ഹോൾ 20 million അവര് നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് അക്കൗണ്ട് ചെയ്തേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം? ആ 20 million സ്പ്ലിറ്റ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് ഒബ്ലിഗേഷൻ ടു പേ ക്യാഷും ഉണ്ട്, അതേപോലെ തന്നെ ഇഷ്യൂ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസും ഉണ്ട്, അല്ലെ? അപ്പൊ ക്യാഷ് പേ ചെയ്യുന്നതിന് നമ്മൾ ലയബിലിറ്റി ആയിട്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ഒരു ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. അപ്പോ ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സേ ദാറ്റ് ആസ് പെർ IAS 32. അപ്പൊ ഈ ആൻസർ എഴുതുന്നത് എങ്ങനെ ആയിരിക്കണം? ആസ് പെർ IAS 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രസന്റേഷൻ ആണ് ആസ് പെർ IAS 32 പറയുന്നത്. സോ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? ഒബ്ലിഗേഷൻ ടു പേ ക്യാഷും ഉണ്ട്, അതേപോലെ തന്നെ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസും കൊടുക്കണമെന്നുണ്ട്. സോ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം, ആൻഡ് ഒബ്ലിഗേഷൻ ടു ഇഷ്യൂ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യണ്ടേ? നമ്മുടെ നോളജ് പാർട്ടാണ്. അപ്പൊ SBR നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈവൻ ദോ നിങ്ങളുടെ കൺക്ലൂഷൻ തെറ്റാണെങ്കിലും യു വിൽ ഗെറ്റ് ദ മാർക്സ് ഫോർ ദ നോളജ്. അപ്പൊ ആദ്യം നിങ്ങൾ നോളജ് ആസ്വദിച്ച് എഴുതാൻ നോക്കുക. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. IAS 32 മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനല്ല പറയുന്നത്. എന്താണ് ലയബിലിറ്റി, അസറ്റ് എന്നൊന്നും പറയണ്ട. നമ്മൾ സ്പെസിഫിക്കലി ഇവിടെ എന്ത് മാത്രം പറഞ്ഞാൽ മതി? വി ഹാവ് ടു മെൻഷൻ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോ നമ്മൾ നോർമലി എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പഠിച്ചായിരുന്നു? എന്താ? കോൺട്രാക്ട് ഇൻ വിച്ച് ഒരാൾക്ക് ഫിനാൻഷ്യൽ അസറ്റ്, മറ്റേ പുള്ളിക്ക് ഒന്നെങ്കിൽ എന്തായിരിക്കും? ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി. പക്ഷെ ഇവിടുത്തെ ഇതിന്റെ നേച്ചർ എന്താ മക്കളെ? ഒരാൾക്ക് ഫിനാൻഷ്യൽ അസറ്റും, ബോണ്ട് വാങ്ങുന്ന ആൾക്ക് ഫിനാൻഷ്യൽ അസറ്റും, കമ്പനിയുടെ പെർസ്പെക്റ്റീവിലോ ഇറ്റ്സ് ലൈക്ക് എ മിക്സ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറയുന്ന പേരെന്താണ്? കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന കൺവേർട്ടബിൾ ലോൺ നോട്ട്. അപ്പൊ കൺവേർട്ടബിൾ നോട്ട് കൊണ്ട് മാത്രമല്ല, ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് അവർ പ്രിഫറൻസ് ഷെയർസിനും ഒക്കെ ഈ ഒരു സനാരി തന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, at the end of the redemption date you can either convert it in cash or you can convert it in ordinary shares. അപ്പോൾ എപ്പോഴും നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഫ്യൂച്ചറിൽ ക്യാഷ് ആയിട്ടും സെറ്റിൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു കോമ്പൗണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ലയബിലിറ്റി ഇക്വിറ്റി. Is it clear everyone? അപ്പോ ഇറ്റ്സ് നോട്ട് ബി സ്പെസിഫിക്കലി ഫ്രം കൺവേർട്ടബിൾ ലോൺ നോട്ട്. ചിലപ്പോൾ എന്തും വരാം, ക്വസ്റ്റിനകത്തില് പ്രിഫറൻസ് ഷെയർസും വരാം. ഓക്കെ, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, എന്നിട്ട് റെഡീം ചെയ്യുന്ന ദിവസം ഒന്നെങ്കിൽ അത് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ആയിട്ട് റെഡീം ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പൊ അവിടെയും എന്താ ട്രീറ്റ്മെന്റ് വരുന്നത്? ഈ പറയുന്ന പോലെ ഒരു കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പൊ കൺവേർട്ടബിൾ ലോണിനോട്ട് മാത്രമായിരിക്കും നമ്മൾ FR ലെവലിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ സബ്സ്റ്റൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ നോക്കുക. അല്ലെങ്കിൽ ഷെയർ എന്നോ ബോണ്ട് എന്നോ കണ്ടിട്ട് ബോണ്ട് ആണെങ്കിൽ ലയബിലിറ്റി, ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി, ആ രീതിയിൽ എന്ത് ചെയ്യല്ലേ? പ്രിജുഡൈസ് ആയിട്ട് തിങ്ക് ചെയ്യല്ലേ? മാക്സിമം സനാരിയോ വായിച്ച് മനസ്സിലാക്കുക. അതിന്റെ ബേസിൽ മാത്രം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോളജ് പാർട്ട് നമുക്ക് മനസ്സിലായി. നൗ വി നീഡ് ടു നോ ദ അക്കൗണ്ടിങ് പാർട്ട്. അപ്പൊ ഇവിടെ 20 million ഞാൻ ഇഷ്യൂ ചെയ്തതിനെ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? മൊത്തമായിട്ടും ഇല്ല. സോ ഐ നീഡ് ടു നോ ദ ലയബിലിറ്റി പോർഷൻ ആൻഡ് ഇക്വിറ്റി പോർഷൻ. സോ എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ പേ ചെയ്യാനുള്ള ക്യാഷ് പേയ്മെന്റ്സിന്റെ പ്രസന്റ് വാല്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം? ലയബിലിറ്റി എന്ന് പറയാം, അല്ലെ? അപ്പൊ ഈ ബോണ്ട് ഇവിടെ എത്ര നാളത്തേക്കായിരുന്നു മക്കളെ? ഈ ബോണ്ട് ഇവിടെ എത്ര നാളത്തേക്കാ? For how many years? The bond is issued on 20x7 and will be redeemed in 30 September 20x7. അപ്പൊ എത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്? 2 years. അപ്പൊ 2 yearsൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ക്യാഷ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക? ഇൻ ദ ഫോം ഓഫ് ക്യാഷ് നമുക്ക് എന്തൊക്കെ പേ ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ്, പിന്നെ നമ്മുടെ റിഡംഷൻ വാല്യൂ, അല്ലെ? ഇൻട്രസ്റ്റും റിഡംഷൻ വാല്യൂം. 20 million ആയിരുന്നു നമ്മുടെ ലോൺ നോട്ട്, അല്ലെ? 20 million ആയിരുന്നു നമ്മുടെ ലോൺ നോട്ട്. കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പറയുന്നുണ്ടോ? The bond is payable at a rate of 4% a year in arrears എന്നല്ലേ പറഞ്ഞേക്കുന്നേ? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര മക്കളെ? 4%. Bond is payable at a rate of 4% എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 4% നമുക്ക് എന്ത് എടുക്കാം? ലോണിന്റെ വാല്യൂ എടുക്കാം. ഇത് 2 വർഷവും വരും. ഈ എമൗണ്ട്സ് ഇൻ ഇയർ 1 ആൻഡ് ഇയർ 2 വരും. ഇനി സപ്പോസ് ഇൻ ക്യാഷ് ആണ് റിഡീം ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ മൊത്തം എത്ര തിരിച്ചു കൊടുക്കണം? 20 million തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റും, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾ. സോ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അപ്പോ അതിന്റെ പ്രസന്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലയബിലിറ്റി കിട്ടും. അപ്പൊ നൗ ദ ക്വസ്റ്റൻ ഈസ്, നമ്മൾ ഏത് റേറ്റിൽ എന്ത് ചെയ്യും? പ്രസന്റ് വാല്യൂ എടുക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റിനകത്തിൽ എപ്പോഴും അക്കൗണ്ട്സ് ആവുന്നപ്പോൾ ഡിസ്കൗണ്ടിങ് റേറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ ഡിസ്കൗണ്ടിങ് റേറ്റ്സ് ഏതൊക്കെയാ തന്നേക്കുന്നേ? 5 തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? Will you use 5 or 10? 10. കാരണം നമ്മൾ എപ്പോഴും ഒരു സാധനത്തിന്റെ ഫെയർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. The fair value should be measured as per the market terms, അല്ലെ? അപ്പോ ഈ 4% എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ആ കൺവേർഷൻ ഓപ്ഷനോട് ഉള്ളത് കൊണ്ടാണ് 4% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മുടെ മാർക്കറ്റിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. അപ്പൊ ആ 10% വേണം, ആ മാർക്കറ്റ് റേറ്റിലുള്ള റേറ്റ്, ദാറ്റ് ഈസ് വിത്തൗട്ട് കൺവേർഷൻ ഉള്ള 10% വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസ്കൗണ്ട് ചെയ്യാൻ. അപ്പൊ 10% ഡിസ്കൗണ്ട് റേറ്റ് എത്രയൊക്കെയാ? ഫസ്റ്റ് ഇയറിൽ എത്ര വരും? 0.909, then 0.826. So find the present value. Cash flow into discount factor ചെയ്താ പോരെ? Yes. So finally അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി എത്ര ആയിരിക്കും വരുന്നത്? ആ 20 million നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ പോർഷൻ എത്രയേ ഉള്ളൂ മക്കളെ? ഓക്കെ, എത്ര വരുന്നേ? 20 million ഞാൻ ഇഷ്യൂ ചെയ്തു. Then out of the 20 million എത്രയാണ് നമ്മുടെ ലയബിലിറ്റിയുടെ വാല്യൂ? 17.9 ആണ് നമ്മുടെ ലയബിലിറ്റി പോർഷൻ, അല്ലെ? സോ the accounting treatment is debit cash 20 million, credit financial liability. അവര് മൊത്തം ലയബിലിറ്റി ആയിട്ടാണ് കാണിച്ചത്, അല്ലെ?
നമുക്കറിയാം ലയബിലിറ്റിയുടെ വാല്യൂ എത്രയേ ഉള്ളൂ? 17.9 ഉള്ളൂ. ബാക്കി ക്രെഡിറ്റ് എങ്ങോട്ടാ പോകണ്ടേ? ഇക്വിറ്റിയിലോട്ട് പോകണം. എത്രയാണ് മക്കളെ? 20 minus 17.9 2.1. അപ്പൊ ഇത് ഏതൊക്കെ പോകുന്നു പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇയർ എൻഡ് അക്കൗണ്ടിങ് അല്ലേ ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഇത് നമ്മള് ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ദിവസം ക്യാഷ് അക്കൗണ്ടിലോട്ട് വരുമല്ലോ. ആ ക്യാഷ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണിത്. മനസ്സിലായോ? ഇതിനെ ഇനി സബ്സിക്വന്റ്ലി എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് ഞാൻ പറയാം. ബട്ട് അത് ഇനിഷ്യലി when the cash is coming into the accounts, ആ 20 million ക്യാഷ് കിട്ടി. ആ 20 million ലയബിലിറ്റി ആയിട്ടല്ല അക്കൗണ്ട് ചെയ്യേണ്ടത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് പോർഷൻ ലയബിലിറ്റി ആയിട്ട് പോകും, കുറച്ച് പോർഷൻ ഇക്വിറ്റി ആയിട്ട് പോകും. സാർ ഇത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഷെയർസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഫുള്ളി ലയബിലിറ്റി ആണ്. അതെ. പക്ഷെ നോർമലി ഇഷ്യൂ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ഒക്കെ വരുന്നത് എന്തെങ്കിലും അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്. മനസ്സിലായോ? ആ അസറ്റിന്റെ വാല്യൂ എന്താണോ ആ വാല്യൂന് ഇക്വലന്റ് ആയിട്ടുള്ള ഷെയർ കൊടുക്കാൻ പറയും. ലെറ്റ്സ് സേ അസറ്റ് വാല്യൂ is 3 million. Then we have to issue shares worth 3 million. അപ്പൊ അവിടെ 3 million വാല്യൂ ഉള്ള ഷെയർ ആ കൊടുക്കണ്ടേ. അല്ലാതെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് അവർ പറയുന്നില്ല. അവർ പറയുകയാണ് യു ഹാവ് ടു ഇഷ്യൂ ഷെയർസ് വർത്ത് 3 million ഓർ ഇഷ്യൂ ഷെയർസ് വർത്ത് 5 million. അപ്പൊ അവിടെ ഒരു എമൗണ്ട് ആണ് അവർ പറയുന്നത്. ആ പർട്ടിക്കുലർ വാല്യൂ ആണ് പറയുന്നത്. അതിൽ ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയത്തില്ല എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ആ സെനാരിയോനെ നമ്മൾ ഒരു ലയബിലിറ്റി എന്നുള്ള രീതിയിൽ അക്കൗണ്ട് ചെയ്ത് പോകുന്നത്. ബൈ കൺസിഡറിംഗ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ നമ്മൾ അതിനെ ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഷെയർസ് ഫിക്സഡ് ആണെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി ഇക്വിറ്റി ഇറ്റ് സെൽഫ്. ബട്ട് ഒരു വാല്യൂ തന്നിട്ട് ആ വാല്യൂന് ഇക്വലന്റ് ആയിട്ട് ഷെയർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പ്രോബബ്ലി നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് അവിടെ അറിയത്തില്ല. കാരണം മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അവിടെ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഒബ്ലിഗേഷനെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇഫ് ഇറ്റ്സ് എ വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ്. സോ നൗ ഈ പറയുന്ന എമൗണ്ട്സ് ഒക്കെ എവിടെ പോകുന്നു പറഞ്ഞേ. ഈ ക്യാഷ് എവിടെ പോകും, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ പോകുന്നുള്ള അറിഞ്ഞിരിക്കുക. ഇറ്റ് വിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ദെൻ ഫിനാൻഷ്യൽ ലയബിലിറ്റി SOFP, ഇക്വിറ്റിയും SOFPയിൽ പോകും. SOFPയിൽ ഇത് എവിടെ ആയിരിക്കും സ്പെസിഫിക്കലി പോകുന്നത്? ഇക്വിറ്റിയിൽ മെയിൻ ഇക്വിറ്റിയിലോട്ടാണോ? അല്ല, അതർ കമ്പോണൻസ് ഓഫ് ഇക്വിറ്റിയിലായിരിക്കും കേട്ടോ. കാരണം ഇറ്റ്സ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഷെയർസ്. ഇൻ ഫ്യൂച്ചർ വി ഹാവ് എൻ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഷെയർസ്. അല്ലാതെ ഡയറക്ട്ലി ഇതെന്തല്ല, ഷെയർ ക്യാപിറ്റലിലോട്ട് ഇപ്പോഴേ പോകുന്നില്ല. ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ആഫ്റ്റർ 2 years അല്ലെ. അപ്പൊ ഓപ്ഷൻ ടു കൺവേർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് കോളം കാണും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റിയിലൊക്കെ. ആ ഇക്വിറ്റിയുടെ ഓപ്ഷൻ ടു കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് അതർ കമ്പോണൻസ് ഓഫ് ഇക്വിറ്റിയിൽ വേണം ഇതിനെ കാണിക്കാൻ. ഓക്കെ, ആൻഡ് ദിസ് എമൗണ്ട് വിൽ റിമെയിൻ the same till conversion. അപ്പൊ ഇക്വിറ്റിയുടെ സൈഡിൽ ഈ എമൗണ്ട് എന്താണ്? ബൈ സെയിം എമൗണ്ട് ഇറ്റ് വിൽ ബി റിമൈനിങ് ദ സെയിം എമൗണ്ട് ടിൽ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ. എന്ന് വെച്ചാൽ 2 years കഴിയുന്നിടം വരെ ഈ വാല്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും. Is it clear everyone? എന്താ മോനെ? ഇതില് ഈ നമ്മളിപ്പോ അക്കൗണ്ട് ചെയ്തിരിക്കുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് എല്ലാവരും ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവ് എടുത്തിട്ടുണ്ട്. 2 സിറ്റുവേഷൻ എടുത്തു. ക്യാഷ് ആയിട്ടാണെങ്കിൽ ഇത്ര, ദെൻ ഷെയർ ആണെങ്കിൽ ഇത്ര. ഇവിടെ ബേസിക്കലി ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താണ്? 20 million ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മേ ബി ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്തിട്ടുള്ള മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 10% അല്ലെ. പക്ഷെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് എത്ര ഇൻട്രസ്റ്റ് ഒക്കെ ഇട്ടതിന് എത്ര ശതമാനത്തിലാണ്? 4%. അപ്പൊ ആ ഡിഫറൻസിലാണ് എന്ത് വരുന്നത്? ആ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ബെനിഫിറ്റിനെ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നു? ഇക്വിറ്റി. ആ ഇക്വിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. അല്ലെങ്കിൽ ഏതൊരു ബാങ്ക് നിനക്ക് ലോൺ തരുന്ന സമയത്ത് മിനിമം എന്ന് 20 million നിനക്ക് തരുന്നുണ്ട്.
അപ്പൊ നിന്റെ ഫ്യൂച്ചറിൽ വാങ്ങിച്ചെടുക്കുന്ന എമൗണ്ട് പ്രസന്റ് വാല്യൂ മിനിമം 20 million എങ്കിലും വരണ്ടേ? 20 million അതിൽ കൂടുതലോ വരണം. പക്ഷെ നമ്മൾ മാർക്കറ്റ് റേറ്റിലല്ല ഇൻട്രസ്റ്റ് ചോദിച്ചത്. നമ്മൾ ഇൻട്രസ്റ്റ് ചോദിച്ചേക്കുന്ന ഏതിലാ? ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് 10 we are only asking 4. സോ എഫക്റ്റീവ്ലി ആ ഡിഫറൻസിലാണ് എന്ത് വരുന്നത്? ഈ ഇക്വിറ്റി കയറി വരുന്നത്. അതായത് എല്ലാം ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നല്ല നമ്മുടെ അസംഷൻ. സോ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഡിഫറൻസിനെ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്? ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യും. അതെനിക്ക് ചുമ്മാ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് വാല്യൂ എടുത്ത് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ എന്തായാലും ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് മൊത്തം ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കും. പർച്ചേസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ക്യാഷ് 20 million കയ്യിൽ നിന്ന് പോകുന്നു. He will account the whole amount as financial asset. Okay. So now ഈ ലോൺ നോട്ടിനെ സബ്സിക്വന്റ്ലി അക്കൗണ്ട് ചെയ്യണമല്ലോ. സോ ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് വാല്യൂ ആയിരുന്നു എന്തെന്ന് പറയുന്നത് 17.9. അപ്പൊ ആ വാല്യൂ അങ്ങനെ തന്നെ ഇരിക്കുമോ ത്രൂ ഔട്ട് ദ 2 years? ഇല്ലല്ലോ, ഇല്ല. ആ 17.9 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഗെയിൻ നൗ വി നീഡ് ടു സബ്സിക്വന്റ്ലി മെഷർ ഇറ്റ്. അപ്പൊ എങ്ങനെയായിരിക്കും? ഓപ്പണിംഗ് ലയബിലിറ്റി പ്ലസ് effective rate which is 10%. Then എല്ലാ വർഷവും ക്ലോസിംഗിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കും? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. So closing amount will be how much? 18.899. Then year 2 വരുമ്പോൾ വീണ്ടും നമ്മുടെ ഓപ്പണിംഗ് വാല്യൂ എത്ര? 18.89. അതിലും 10% വരും. Then interest will be the same amount. And what about the closing value? Closing value നിങ്ങൾ നോക്ക്, റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എത്ര വരുന്നേ? മനസ്സിലായോ? അപ്പൊ ആ സപ്പോസ് അറ്റ് ദാറ്റ് മൊമെന്റ് ഇനി ക്യാഷ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി പേയിങ് ക്യാഷ് ഓഫ് 20 million. അപ്പൊ ലയബിലിറ്റി ഇനി 20 million നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഓക്കെ ആണോ? സോ യു അണ്ടർസ്റ്റുഡ് ദ ട്രീറ്റ്മെന്റ്? കുറച്ച് ബാലൻസ് വരാൻ ചാൻസ് ഇല്ല 20 ലൈക്ക് ലിറ്ററലി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് അതിൽ വരില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിപ്പോ ക്യാഷ് ആയിട്ടാണ് പോകുന്നത് വെച്ചോ. അറ്റ് ദിസ് മൊമെന്റ് കൺവേർഷൻ നടക്കുന്നില്ല. 2 സിറ്റുവേഷൻ വരാം. കൺവേർഷൻ നടക്കുന്നില്ല. നോ കൺവേർഷൻ ആണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരുമല്ലോ. എത്ര ക്യാഷ് കൊടുക്കേണ്ടി വരുന്നേ? 20 million ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ ലയബിലിറ്റി ഞാൻ എന്ത് പറയും? 20 million കുറയ്ക്കും. അപ്പൊ ഇതാണ് നോ കൺവേർഷൻ എൻട്രി. ഇനി കൺവേർഷൻ നടക്കുവാണെങ്കിലോ? കൺവേർഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവിടെയും നമ്മൾ ലയബിലിറ്റീനെ റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഇക്വിറ്റി പോർഷന് വെച്ചിരുന്ന ആ ഒരു സാധനം OCയിൽ ഇക്വിറ്റി പോർഷന് വെച്ചിരുന്ന അതും എടുത്ത് കളയും. എന്നാൽ ക്രെഡിറ്റ് എങ്ങോട്ട് പോകും? കൺവേർഷൻ നടക്കുന്നതുകൊണ്ട് ക്രെഡിറ്റ് വിൽ ഗോ ടു നോമിനൽ പോർഷൻ, ഷെയർ ക്യാപിറ്റലിലോട്ടും പോകും. എനിത്തിങ് എക്സസ് വിൽ ഗോ ടു ഷെയർ പ്രീമിയം. ഇവിടെ എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഷെയറിന്റെ പ്രൈസും വാല്യൂവും തന്നിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ എനിക്കത് എൻട്രി കാണിക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, കൺവേർഷൻ നടക്കുവാണെങ്കിൽ ഇതാണ് എൻട്രി. ആ ലയബിലിറ്റി പോർഷനും ഇക്വിറ്റി പോർഷനും എന്താവും? നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഇക്വിറ്റി ആയിട്ട് മാറുവാണ്. സോ ക്രെഡിറ്റ് വിൽ ഗോ ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം. അല്ല, ആ ഷെയറിന് ഒരു നോമിനൽ വാല്യൂ കാണുമല്ലോ. ഒരു പർട്ടിക്കുലർ ഷെയറിന് ഒരു നോമിനൽ വാല്യൂ കാണും. ആ നോമിനൽ വാല്യൂന്റെ എമൗണ്ട് മാത്രം, ലെറ്റ്സ് സേ മൊത്തം 20,000 million, 20 million അല്ലേ നിങ്ങളിപ്പോ അത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ 20 million നമുക്കറിയാം നോമിനൽ വാല്യൂ ഓഫ് ഷെയർ 1 ഉള്ളൂ. അന്നത്തെ ഷെയറിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 2 ഉണ്ട്. മനസ്സിലായോ? അപ്പോ ആ 20 million 1/2 പോർഷൻ എങ്ങോട്ട് പോകും? ഷെയർ ക്യാപിറ്റലിലോട്ടും. ബാക്കി റിമൈനിങ് എമൗണ്ട് എങ്ങോട്ട് പോകും? excess remaining amount will go to share premium. Okay, കൺവേർഷൻ നടക്കുന്നില്ലെങ്കിൽ OCയിൽ റെക്കഗ്നൈസ് ചെയ്ത ആ ഒരു സംഭവം ഡെബിറ്റ് OC, ക്രെഡിറ്റ് വിൽ ഗോ ടു റീറ്റെയിൻ ഏർണിങ്സ്. കൺവേർഷൻ നടക്കുന്നില്ലെങ്കിൽ
ക്യാഷ് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റിയും പോവും. ഇൻ ദ സെയിം വേ OC-യിൽ നമ്മൾ വെച്ചേക്കുന്ന ആ ഇക്വിറ്റി പോർഷൻ എങ്ങോട്ട് പോകും? വിൽ മൂവ് ടു റീറ്റെയിൻ ഏർണിങ്സ്. നമ്മൾ അതിനെ മാറ്റിയിട്ട് റീറ്റെയിൻ ഏർണിങ്സിലോട്ട് മാറ്റും. ഇതാണ് നോ കൺവേർഷന്റെ എൻട്രി. IAS32 എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഏരിയ ആണെങ്കിലും അതിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് ഐഡന്റിഫിക്കേഷൻ വരാം, അതേപോലെ ഈ പ്രസന്റേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ പോർഷനും വരാം. So is it clear everyone? ഇതൊക്കെയാണോ മക്കളെ എല്ലാവർക്കും? Done? Yes, sir. ആ ക്വസ്റ്റ്യനില് കാൽക്കുലേഷനും പറയുന്നുണ്ടോ? ലൈക്ക് ലിറ്ററലി നമുക്ക് ഇല്ല, ഞാൻ ജസ്റ്റ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ക്വസ്റ്റിനകത്തിൽ അത്രയും റിക്വയർമെന്റ് അത്രയൊന്നും ഇല്ല. അവർ ഇയർ എൻഡിൽ എത്ര ആണ് കാണിക്കേണ്ട എമൗണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ. സോ അതിന്റെ ആൻസർ എങ്ങനെ വരും എന്ന് നോക്കിയാൽ മക്കളെ. ആൻസർ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം? അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ കണ്ടന്റ് പറയാം. സോ ദേ ഹാവ് ഇഷ്യൂഡ് എ compound instrument because it possesses the characteristics of both liability and equity. That is, liability means an obligation to repay cash. Equity means an obligation to issue fixed number of its own shares. So IAS 32 financial instruments, the presentation specifies that the compound instruments must be split into two, a liability component and equity component. So the split of liability component and equity component at the issue date is as follows. Equity component should be initially recognized as 2.1 million, that is 20 million minus 17.9. അപ്പോ നമ്മള് അവരിവിടെ ചെയ്തേക്കുന്നത് എന്താ? മൊത്തവും നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്തേ. അപ്പൊ ആ നോൺ കറന്റ് ലയബിലിറ്റി 2.1 നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്തിട്ട് അത് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം? ഇക്വിറ്റിയിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി കേട്ടോ, ക്വസ്റ്റ്യനകത്തിൽ അവർ മൊത്തം നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ നോൺ കറന്റ് ലയബിലിറ്റി മാറ്റിയിട്ട് അത് ഇക്വിറ്റിയിലോട്ട് കാണിക്കാം. The equity component remains unchanged. So after initial recognition, the liability may be measured at amortized cost model. അപ്പൊ നമ്മൾ ഈ ചെയ്തേക്കുന്ന മോഡലാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫോളോ ചെയ്ത മോഡൽ ഇല്ലേ? That is opening plus effective, opening plus effective rate less coupon closing. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ. അതായത് ഇപ്പൊ നമുക്കിപ്പോ അസറ്റിന്റെ കേസിൽ കോസ്റ്റ് മോഡൽ ഉണ്ടാ, അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് ഇമ്പയർമെന്റ് ക്യാരിങ് വാല്യൂ. അപ്പൊ അതല്ലേ കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസിനെ ഒക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോസ്റ്റ് മോഡലാണ് ഇത്. ഓപ്പണിംഗ് വാല്യൂ പ്ലസ് എഫക്റ്റീവ് മൈനസ് കൂപ്പൺ ക്ലോസ്. സോ അതിൽ മനസ്സിലാക്കേണ്ട ഈ എഫക്റ്റീവ് പോർഷൻസ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്? SOPL. നമ്മൾ കൊടുക്കുന്ന കൂപ്പണോ? നമ്മൾ കൊടുക്കുന്ന കൂപ്പണൊക്കെ എവിടെ ആയിരിക്കും പോകുന്നത്? ക്യാഷ് ഫ്ലോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഫൈനലി ക്ലോസിംഗ് ബാലൻസ് എങ്ങോട്ട് പോകും? SIFB.
അപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽസ് എന്താണെന്നും എല്ലാം എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ആൻസേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഫിനാൻസ് കോസ്റ്റ് ഇത്ര വരും. അപ്പൊ ക്ലോസിംഗ് ലയബിലിറ്റി എത്രയാണ്? ഫസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് ലയബിലിറ്റി എത്ര? ഫസ്റ്റ് ഇയർ ക്ലോസിംഗ് എത്രയായിരുന്നു മക്കളെ? ഒരു ഫസ്റ്റ് ഇയറിനെയാണ് ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിക്കുന്നത്. ഫസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് വരുന്നത്? 18.9. അതാണ് ഇവർ സ്പെസിഫിക്കലി ഇവർ ചോദിച്ചേക്കുന്നത്. ആ വർഷം അവസാനം ലയബിലിറ്റിയുടെ വാല്യൂ എത്ര വരും എന്നുള്ളതാണ് ചോദിച്ചത്. ഫോർമാറ്റ് കാണിക്കും ആൻസറിന്റെ. എന്തിന്റെയാണ്? ആൻസറിന്റെ ആണോ? സാർ കുറച്ച് മുമ്പ് കാണിച്ചില്ലേ? ഇത് ഈ ആൻസർ സ്റ്റുഡന്റ് എഴുതിയതാണോ എക്സാമിന് റിപ്പോർട്ട്? അതെ, സ്റ്റുഡന്റ് എഴുതിയതാണ്. പക്ഷെ ഇത് കറക്റ്റ് ആണ്. ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. ഒരു മോക്കിന്റെ ആണ് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലോട്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ മതി. സോ വാട്ട് എവർ ഇറ്റ് ഈസ് ദെയർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ആൻസേഴ്സ് റിവിഷൻ കിറ്റിന്ന് എടുത്ത് കാണിക്കാത്തതിന്റെ റീസൺ, റിവിഷൻ കിറ്റിന്റെ ആൻസർ വായിക്കാൻ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് കാണത്തില്ല. അപ്പൊ ഈ ഒരു ലെവലിൽ എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ചെറുതാക്കോ കുറച്ച് 1 പേജിൽ കിട്ടാൻ വേണ്ടിട്ട്? മാക്സിമം നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഡേയ്സിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. നമ്മളിപ്പോ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതാത് ദിവസം എഴുതി പഠിച്ചു പോവാം. ഇപ്പൊ ഹിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പാസ് പേപ്പർ ആണ്. അപ്പൊ അതെന്തായാലും അത് ചെയ്ത് പഠിച്ചോ. അപ്പൊ നിങ്ങളുടെ ഏത് റിവിഷൻ കിറ്റ് നോക്കിയാലും കാണും. ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് BPPയുടെ റിവിഷൻ കിറ്റ് ആണ്. സോ അതില് ഒരു സ്പെസിമെൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. എത്ര മാർക്കിനായിരുന്നു? ഇത് 5 മാർക്സ്. ഇവിടെ ഇത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. So how the convertible bond should be accounted for with suitable calculations for the year ended 30 September 2006. അപ്പൊ ആ ഒരു നോളജ് പാർട്ട് മനസ്സിലായി. അപ്പൊ IAS 32 Yes, sir. ഓക്കെ. സോ ഇത് കൂടാതെ നിങ്ങൾക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? IAS 32 നിങ്ങൾക്ക് അല്ലാതെ ഏതെങ്കിലും സ്പെസിഫിക് ഏരിയ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസിലോ അങ്ങനെ എന്തെങ്കിലും? മാക്സിമം ഇൻ ജനറൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സ് ആണ് പറഞ്ഞു പോയത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡു ഹാവ് എനി ഡൗട്ട് സ്പെസിഫിക്കലി നിങ്ങൾ പഠിച്ചപ്പോഴോ വല്ല IAS 32 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ വേറെ? പഠിച്ചു തുടങ്ങിയ എല്ലാവരും? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയായിരുന്നോ? എത്തിയിട്ടില്ല. ഓക്കെ. പറഞ്ഞോ. നമ്മൾ ടെക്നിക്കൽ
ടെക്നിക്കൽ ആർട്ടിക്കിൾസ് എഴുതുമ്പോഴേ നമ്മള് നമ്മളുടെ തന്നെ വേർഡ്സ് യൂസ് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ വേർഡ്സ് യൂസ് ചെയ്യണമെന്നല്ല, അത് റെഫറൻസ് പോലെ വെച്ചാൽ മതി. ടെക്നിക്കൽ ആർട്ടിക്കിൾ മാക്സിമം ലിറ്ററലി അതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. ആ ബ്രീഫ് സമ്മറി അറിഞ്ഞിരിക്കാനേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതണം. വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് IAS 32 മോഡലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്ത് നോക്കാം. സോ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞ സെനാരിയോ ഉണ്ടോ? ഇവിടെ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സോ ക്വസ്റ്റ്യൻ നമ്പർ 10. Second part of the question വായിച്ചേ. On October 2008, the CEO and the finance director each paid 2 million cash in exchange of preference shares from Stent, which provide cumulative dividends of 7% per annum. And this preference shares can either be converted into fixed number of ordinary shares in 2 years, or redeemed at par on the same date at the choice of the holder. The finance director suggests to the accountant that the preference shares should be classified as equity because the conversion into fixed number of ordinary shares on fixed date and conversion is very certain. So, പുള്ളി പറയുന്നത് എന്താ? അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ റൂള് പ്രകാരം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെയും ഒരു കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ് അല്ലേ ഇത്? Again here it's a compound instrument because 2 million cash in exchange of preference shares ആണ്. അതും cumulative dividends pay ചെയ്യണം. 7% per annum cumulative dividends pay ചെയ്യണം. So this preference shares can either be converted into fixed number of shares or redeemed at par. About there is an obligation to pay cash as well as obligation to issue fixed number of shares. രണ്ടും ഉണ്ട്. So നമുക്ക് എന്താണ് certain എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? So just note it down. ഇതിൽ certain ആണെന്ന് പറയുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മൾ ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ലീഗൽ ഫാക്ടർ നോക്കണ്ട. അപ്പൊ ഇൻ സബ്സ്റ്റൻസ് അതിന് രണ്ടിന്റെ നേച്ചർ ഉണ്ട്. അറ്റ് ദ ഇനിഷ്യൽ ഡേറ്റ് ഇതിന് രണ്ടിന്റെ നേച്ചർ ഉണ്ട് അല്ലെ? ഇനി ഫ്യൂച്ചർ എന്തൊക്കെ വേണേലും സംഭവിക്കാം. ഇവിടെ മാക്സിമം പുള്ളിക്കാരൻ എന്തായിരിക്കും? മേ ബി ആ ഗിയറിംഗ് റേഷ്യോസ് ഒക്കെ അഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഇക്വിറ്റിനെ ഓവർസ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? കാരണം സിഇഒയും ഡയറക്ടറും എല്ലാം കൂടെ ഇൻവോൾവ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ ട്രിക്സ് കാണും ക്വസ്റ്റിനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ബേസിക്കലി സ്റ്റിക്ക് ടു ദ ബേസിക്സ്. എന്താണ് മിനിമം ചെയ്യേണ്ടത് നമുക്കറിയാം. അതെന്തായാലും പറയാം. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട സാധനമാണെങ്കിൽ അത് മാർക്സ് പൊക്കോട്ടെ. പക്ഷെ ആദ്യം എന്താണോ ബേസ് അത് അതേ തന്നെ എഴുതി വെക്കുക. IAS 32 നോളജ് പാർട്ടും ഒക്കെ നമ്മൾ ഇപ്പൊ എന്താണോ എഴുതിയത് അതേ സാധനം വീണ്ടും എഴുതാം, ഈ ആൻസറിലും എഴുതാം. പിന്നെ ഇവിടെ വാല്യൂസ് ഒന്നും വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി. ഇതിനെ ലയബിലിറ്റി പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഇക്വിറ്റി പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബിക്കോസ് ദേ ഹാവൻ മെൻഷൻ എനിത്തിങ് എൽസ്. വേറെ റേറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷിനെ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. ബാക്കി പോർഷൻ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യണം എന്ന് പറയാ? ഇക്വിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. ഡിവിഡൻഡ് അല്ലേ ഫ്യൂച്ചർ ക്യാഷ് ബാക്ക്? അല്ലേ ഇവിടെ ഫ്യൂച്ചർ ക്യാഷ് ബാക്ക്? ഡിവിഡൻഡ് ആണ് ഫ്യൂച്ചർ ക്യാഷ്. അക്യുമുലേറ്റഡ് ഡിവിഡൻഡ് ആയിരിക്കും ഫ്യൂച്ചർ ക്യാഷ്. സർ, ഈ കൺവേർഷൻ ടൈമില്
ഇവരിപ്പോ ഷെയർസിന് പകരം ഷെയറിന്റെ ഫെയർ വാല്യൂ കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ ലയബിലിറ്റി തന്നെ ആയിട്ടാണോ റെക്കോർഡ് ചെയ്യുക? കൺവേർഷൻ ഡേറ്റില് ഷെയർസിന് പകരം ഷെയർസിന്റെ ഫെയർ വാല്യൂ കൊടുക്കാന്ന് പറയുന്നത്. ഷെയർസിന് ഫെയർ വാല്യൂ കൊടുക്കാന്ന് പറയുകയാണെങ്കിലോ? അപ്പൊ അവിടെ ആണെങ്കിലും ഷെയർസിന്റെ ഫെയർ വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലായില്ല. ഷെയർസിന്റെ വാല്യൂ എത്രയാണ് അത് കൊടുക്കാന്ന് പറയാണ് ക്യാഷിന്. ബട്ട് സ്റ്റിൽ അപ്പൊ ഷെയറിന്റെ വാല്യൂ കൊടുക്കാന്ന് പറയുകയാണെങ്കിലും അത് ക്യാഷ് കൊടുക്കുന്ന പോലെ അല്ലേ? പെയ്ഡ് ഇൻ ക്യാഷ്. അപ്പൊ അത് ലയബിലിറ്റി ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ക്യാഷ് കൊടുക്കേണ്ടി വരുവാണെങ്കിൽ എന്താണെങ്കിലും ഇറ്റ്സ് എ ലയബിലിറ്റി. ഓക്കെ, സോ ഈ ഒരു പോർഷൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് IFRS 9. ദാറ്റ് ഈസ് ഈ പറയുന്ന സാധനത്തിനൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ പോർഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതില് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം ഫൈനാൻഷ്യൽ അസറ്റ്സിൽ? The financial assets will include equity investments and debt investments. Investment in equity വരാം, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസും വരാം. അപ്പൊ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഡെറ്റ് ആണ്. അത് ഡെറ്റും ഉണ്ട് ഷെയർസും ഉണ്ട്. അപ്പൊ ഷെയർസ് നമ്മൾ നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നോർമലി നമ്മൾ ഷെയർസിന്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന പർപ്പസ് എന്താ? ട്രേഡിംഗ് പർപ്പസ് ആണ്. ഡേ ടു ഡേ ട്രേഡിംഗ് പർപ്പസ് ആണ് നോർമലി നമ്മുടെ ഈ ഷെയർ ട്രേഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ട്രേഡിംഗ് പർപ്പസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് വിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ഗെയിൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി റിയലൈസ് ചെയ്യാനും പറ്റും. സോ വി ഡോണ്ട് നീഡ് ടു വെയിറ്റ് ടു മച്ച്. സോ സിൻസ് ദ ഗെയിൻ ഓർ ലോസ് ക്യാൻ ബി റിയലൈസ് ഇമ്മീഡിയറ്റ്ലി, ആ ഗെയിൻ ഓർ ലോസിന്റെ മൂവ്മെന്റ് നമ്മൾ എവിടെ തന്നെ കാണിക്കും? The fair value changes will be shown through P&L itself. അപ്പോ ബൈ ഡീഫോൾട്ട് നമുക്ക് ഒരു രീതി പറയാം, ബൈ ഡീഫോൾട്ട് നമ്മൾ അപ്പം ഷെയർസിന് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മോഡൽ എന്താണ്? FETPL ആണ്. ദാറ്റ് ഈസ് ആ FETPL എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, എന്താണ് ഈ മോഡൽ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് നമുക്ക് ഏത് മോഡൽ ചൂസ് ചെയ്യാം? വി ക്യാൻ ചൂസ് P&L. The gain or loss should be recognized immediately in the P&L itself. പക്ഷെ എല്ലാരും ഷോർട്ട് ടൈമിലേക്കല്ലേ വരിക? എന്നാടാ ഷോർട്ട് ടൈമിലേക്കാണെങ്കിലല്ലേ ലിറ്ററലി FETPL എടുക്കുക? ലോങ് ടൈമിലേക്കാണെങ്കിലാണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അത് ചോദിക്കുക. ലോങ് ടൈമിലേക്കാവുമ്പോൾ അല്ല, ഷോർട്ട് ടേമിലാണെങ്കിലാണ് FETPL. കാരണം മീൻസ് അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷോർട്ട് ടേമിലേക്കാണ്. ബേസിക്കലി വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ ഷോർട്ട് ടൈം പീരീഡ്. അപ്പൊ ഗെയിൻ ഓർ ലോസ് നമുക്ക് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഗെയിൻ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കാം? P&L തന്നെ കാണിച്ചു പോവാം. ആ ഗെയിൻ ഓർ ലോസ് ഈ വർഷം തന്നെ റിയലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വി ക്യാൻ ഷോ ദാറ്റ് ഇൻ ദ P&L. ഇപ്പൊ റിയലൈസ് ആവത്തില്ല, ഫ്യൂച്ചറിൽ റിയലൈസ് ആവത്തുള്ളൂ എന്നുള്ളപ്പോഴാണ് നമുക്ക് എവിടെ കാണിക്കാൻ പറ്റാത്തത്? P&L കാണിക്കാൻ പറ്റാത്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ ഈ ഷെയർ നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് പർപ്പസ് ഒന്നും അല്ലാതെ നിങ്ങൾ ഒരു കമ്പനിയുടെ 10% അല്ലെങ്കിൽ ഒരു 15% ഓഫ് ഷെയർസ് ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുവാണ്. അപ്പൊ ഒരു കമ്പനിയുടെ 10% 15% ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ ലോങ് ടേം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, അത് വിൽക്കുക എന്നുള്ള പെർസ്പെക്റ്റീവ് അല്ലായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് സെനാരിയോ ദ കമ്പനി ക്യാൻ മേക്ക് എ എലക്ഷൻ to show that gain or loss through എവിടെ കാണിക്കാം? P&L പകരം നമുക്ക് അവിടെ ഏത് മോഡ് ചൂസ് ചെയ്യാം? FET ചൂസ് ചെയ്യാം. Is it clear everyone? So ട്രേഡിംഗ് പർപ്പസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം പീരീഡിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് മോഡിൽ ചൂസ് ചെയ്യാം?
FETPL. കാരണം എന്താ, അവിടെ ഷോർട്ട് ടേം ആണ്, ആ ഗെയിൻ ലോസ് ഒക്കെ നമുക്ക് അപ്പൊ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലോങ് ടേമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദാറ്റ് സെനാരിയോ ദ പർപ്പസ് ഈസ് ടു കീപ് ഇറ്റ് ഫോർ ദ ലോങ് ടേം. അപ്പോൾ ഗെയിൻ ഓർ ലോസ് ഇമീഡിയറ്റ്ലി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഗെയിൻ ഓർ ലോസ് എവിടെ കാണിക്കും, നമ്മൾ വിൽ ബി ഷോയിങ് ഇറ്റ് ഇൻ ദ OCA itself. Is it clear everyone? ക്വസ്റ്റ്യൻ വരിക, ഒരു കമ്പനിയുടെ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരിക? ഒരു കമ്പനിയുടെ സിഗ്നിഫിക്കന്റ് ഷെയർ എന്നല്ല, അവിടെ ക്വസ്റ്റൻ അത് പറയും നമ്മളൊരു 5%, 10% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ പർപ്പസ് ഇത് ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യാനാണ് എന്ന് പറയുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന മോഡൽ ഏതാ, FET-OCA. അല്ലെങ്കിൽ കമ്പനി FET-OCA ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അല്ല, പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് സ്പെസിഫിക്കലി നമ്മളോട് പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് അവർ ഏത് മോഡൽ തന്നെ ചൂസ് ചെയ്യണം, FET-PL ചൂസ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോ രണ്ട് സിറ്റുവേഷൻ ആണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിലുള്ളത്, ഫെയർ വാല്യൂ ത്രൂ P&L-ഉം ഫെയർ വാല്യൂ ത്രൂ OCA-യും. സോ ആ രണ്ടും മോഡൽ എങ്ങനെയാ ചൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ, ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും മോഡൽസ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് വൺ, ബിസിനസ് മോഡൽ ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റിന്റെ പേരാണ് ബിസിനസ് മോഡൽ ടെസ്റ്റ്. ബിസിനസ് മോഡൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണ് എന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ ഇപ്പൊ ഒരു ബാങ്ക് ആണ് നിങ്ങൾ റൺ ചെയ്യുന്നത് വെച്ചോ. ഇപ്പൊ ബാങ്ക് ഇപ്പൊ ലോൺ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബാങ്കിനെ സംബന്ധിച്ചുള്ളതെല്ലാം എന്താ, ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. പക്ഷെ ബാങ്ക് എഡ്യൂക്കേഷൻ ലോണും ഹൗസിംഗ് ലോണും ഒക്കെ മറ്റേ മാർക്കറ്റിൽ വെച്ചിട്ട് ആ കോൺട്രാക്ട് സെല് ചെയ്യോ അല്ലെങ്കിൽ ബൈ ചെയ്യോ വില ട്രേഡ് അവരത് വെച്ച് ട്രേഡ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ, ഇല്ല. അവിടെ അവരുടെ ആകെ ഉള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അതിന്റെ പ്രിൻസിപ്പിളും വാങ്ങാൻ, തിരിച്ച് ഇൻട്രസ്റ്റും വാങ്ങാന്നുള്ളതാണ്. അപ്പോ ബിസിനസ് മോഡൽ ടെസ്റ്റ് നമ്മൾ അതാ നോക്കുന്നത്, ആ പർട്ടിക്കുലർ കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്. Are they planning to trade with this debt or their only objective is to collect the contractual cash flow, which is principal and the interest. അപ്പൊ ബിസിനസ് മോഡൽ നമ്മൾ നോക്കുന്നത് എന്താ, അവര് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുവാണോ, അതോ will they choose the sell option or completely for trading? അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വരാം. ഓക്കെ, അപ്പൊ ബിസിനസ് മോഡൽ ഇപ്പൊ പറയുവാണ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനാണെന്ന് പറയുവാണെങ്കിൽ, ഇഫ് ദ ബിസിനസ് മോഡൽ ഈസ് ടു കീപ് ഇറ്റ് ഫോർ ലോങ് ടേം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്, യെസ് ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റ് എന്താ, കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റ്. ദാറ്റ് ഈസ് ഫ്രം ദാറ്റ് കോൺട്രാക്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്യാഷ് ഫ്ലോസ് ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് പ്രിൻസിപ്പൽ ആൻഡ് ആകെ നിങ്ങൾക്ക് അതിന് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും മാത്രമാണോ കിട്ടുന്നത് നോക്കും. അതാ പറഞ്ഞത്, ഇതല്ലാതെ വേറെ വരാൻ ചാൻസ് ഉള്ള പിന്നെ ഫെയർ വാല്യൂ ഗെയിൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ടെസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ഈ മോഡൽ വരൂല. ഇപ്പൊ ബാങ്ക് ഒന്നും ഒരിക്കലും അവസാനത്തെ വർഷം ഇരുന്നിട്ട് അവരുടെ എന്തെടുക്കത്തില്ല, ഫെയർ വാല്യൂട്ടൊന്നും മാറ്റത്തില്ല. നിങ്ങളിപ്പം പോയി നിങ്ങളുടെ ട്രാൻസാക്ഷൻ നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് ലയബിലിറ്റി ഇത്ര എമൗണ്ട് EMI അടച്ചു, ബാക്കി ബാലൻസ് ഇത്രയാണ്, അതിന്റെ മണ്ടയ്ക്ക് ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ എന്തെങ്കിലും ഇടയ്ക്ക് അഡ്ഡേഷൻ വരുന്നുണ്ടാവാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ ആ ക്യാരിങ് വാല്യൂ ഇസ് നോട്ട് ഗെറ്റിംഗ് റീമെഷേർഡ് അപ് ടു ദ ഫെയർ വാല്യൂ. അല്ലെ, ആദ്യമേ നിങ്ങളോട് ഒരു ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ എന്നുള്ള സാധനം ആദ്യമേ കാണും. ഇഫ് യു ആർ ആസ്കിംഗ് ദ ബാങ്ക്, നിങ്ങൾ എടുക്കുന്ന ആ പർട്ടിക്കുലർ കാർ ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, അതിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂൾ കാണും. അതിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂളിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഓപ്പണിംഗ് ലയബിലിറ്റി, പിന്നെ എല്ലാ മാസവും നമ്മൾ EMI അടയ്ക്കുന്നു, ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് പോവും, ഇത്ര എമൗണ്ട് പ്രിൻസിപ്പൽ പോവും. സോ ദേ ആർ ലിറ്ററലി കളക്ടിങ് ദ 2 ക്യാഷ് ഫ്ലോസ്. എന്തൊക്കെയാണ്, പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും. വേറെ ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല അവർക്ക്. ആ ഫെയർ വാല്യൂ മൂവ്മെന്റോ ഗെയിനോ ഒന്നും അവർ എടുക്കുന്നില്ല.
അപ്പോ ഈ രണ്ട് ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാ? ബിസിനസ് മോഡൽ ടെസ്റ്റ് പറയുന്നു ലോങ് ടൈമിലേക്കാണ് നമ്മൾ ബോണ്ട് കീപ്പ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ആകെയുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോസ് മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇഫ് ബോത്ത് ദിസ് ടെസ്റ്റ് ആർ സാറ്റിസ്ഫൈഡ്, അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന മോഡൽ എന്തായിരിക്കും? അവിടെ ആ ഫിനാൻഷ്യൽ അസറ്റിനെ അക്കൗണ്ട് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന മോഡൽ മക്കളെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ. അപ്പൊ മോസ്റ്റ്ലി എല്ലാ ബാങ്കും അല്ലെങ്കിൽ ബാങ്ക് പോലത്തെ കമ്പനീസ് ഒക്കെ അല്ലെങ്കിൽ ഫൈനാൻസ് സെക്ടറിലുള്ള ഇങ്ങനത്തെ കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഏത് മോഡലായിരിക്കും? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ ആയിരിക്കും. ഓക്കെ ഓക്കെ സോ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ എങ്ങനെയാ വരുന്നത്? ഓപ്പണിംഗ് ഫിനാൻഷ്യൽ അസറ്റ് പ്ലസ് effective rate plus coupon and finally closing financial asset. ഈ ഒരു മോഡലാണ് നമ്മുടെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനിയും സപ്പോസ് ഔട്ട് ഫ്രം ദിസ് ബിസിനസ് മോഡൽ ടെസ്റ്റ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യും, യെസ് ആ ഓപ്ഷൻ ഓക്കെ ആണ്. ബട്ട് വിൽ ദേ ചൂസ് ദ ഓപ്ഷൻ ടു സെൽ എന്നൊരു സാധനം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ അവര് ആ ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ അവരിത് എടുക്കാൻ ചാൻസ് ഉണ്ടോ? എന്തെടുക്കാൻ ചാൻസ് ഉണ്ടോ? സെൽ ഓപ്ഷൻ. അതിപ്പം ഇപ്പൊ ലെറ്റ്സ് ഒരു ക്വസ്റ്റ്യനറി പറയുകയാണ്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി കാരണം കമ്പനി ഒരു ബോണ്ട് വിറ്റു. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡലിന്റെ ക്രൈറ്റീരിയ ബ്രീച്ച് ചെയ്യുന്നില്ല. കാരണം അവരവരെ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് വിൽക്കുക, അല്ല നോട്ട് ഫോർ എനി ഓപ്പർച്യൂണിറ്റീസ്. മനസ്സിലായോ? അപ്പൊ അത് ഭയങ്കര കൃത്യമായിട്ട് ഓർക്കുക. അപ്പോ സെല്ല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സെല്ല് ചെയ്യുന്നു നോക്കണം. അപ്പൊ കമ്പനി അവരുടെ ഒരു ബോണ്ട് വിൽക്കുന്നു അല്ലെങ്കിൽ അസറ്റ്സ് വിൽക്കുന്നു, പക്ഷെ നമ്മൾ വാങ്ങിച്ചപ്പോൾ വിൽക്കാന്നുള്ള എല്ലാവരും നമ്മുടെ മോട്ടീവ്. പക്ഷെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി കാരണം ഞാൻ എന്ത് ചെയ്തു? ബോണ്ട് വിറ്റു. എന്നിട്ട് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് വല്ല ഞാൻ തിരിച്ചു വാങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ തൽക്കാലത്തേക്കുള്ള ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടി ഒന്ന് കവറപ്പ് ചെയ്ത് പോകാൻ നമ്മൾ ചിലപ്പം ഈ അസറ്റ്, നമ്മുടെ ഉള്ള അസറ്റ്സ് എന്ത് ചെയ്യും? റീപർച്ചേസ് ചെയ്യത്തില്ലേ? സെയിൽ ആൻഡ് റീപർച്ചേസ് ചെയ്യുമല്ലോ. അതേപോലെ ഒരു സിറ്റുവേഷൻ ആണ്. സപ്പോസ് ബിക്കോസ് ഓഫ് ദ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഇപ്പൊ ആ പർട്ടിക്കുലർ ബോണ്ട് അവർ വിൽക്കുന്നു എന്ന് പറയുവാണെങ്കിൽ അവിടെ വി ക്യാൻ സ്റ്റിൽ സ്റ്റിക്ക് ഓൺ വിത്ത് ദ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ. അല്ല, അവർ ആ സെൽ ഓപ്ഷൻ എടുക്കുന്നത് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, they are taking that sale option for better opportunities, അല്ലെങ്കിൽ എന്തെങ്കിലും സോർട്ട് ഓഫ് അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും, ഇത് വിറ്റിട്ട് വേറെ ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോവാം, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇവർ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മോഡൽ മാറും. എന്താവും? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ മാറിയിട്ട് FET OCA വരും. FET OCA. That is, there we expect that this gain or loss should be considered. കാരണം ഇത് വിൽക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. വിൽക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ the right information that we have to give to the users should be the fair value. കാരണം വിൽക്കുവാണെങ്കിൽ ഇത് ഫെയർ വാല്യൂല് വേണ്ട വിൽക്കാൻ. അപ്പോൾ നിങ്ങളിപ്പോ എന്റെ ബുക്സ് നോക്കുവാണെങ്കിൽ ക്യാരിങ് വാല്യൂല് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഫ്യൂച്ചറിൽ വിൽക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പൊ ഞാൻ ബുക്സിൽ ഇതിനെ കാണിക്കേണ്ട ഏതിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. സോ ഒബ്വിയസ്ലി നമ്മൾ റീവാലുവേഷനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്ലോസിംഗ് എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഈ സെയിം മോഡൽ ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ആ ക്ലോസിംഗ് ഫിനാൻഷ്യൽ അസറ്റിനെ വിച്ച് ഈസ് ദ ക്യാരിയിങ് വാല്യൂ, ആ ക്യാരിയിങ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? വിൽ റീമെഷർ ടു ഫെയർ വാല്യൂ. ഫെയർ വാല്യൂലേക്ക് നമ്മൾ റീമെഷർ ചെയ്യും. അപ്പൊ റീമെഷർ ചെയ്തിട്ട് ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ എവിടെ കാണിക്കും? The gain or loss will go to OCA. അപ്പൊ ഇതാണ് എന്തിന്റെ ട്രീറ്റ്മെന്റ്? FET OCA ന്റെ ട്രീറ്റ്മെന്റ്.
അപ്പൊ FED-OC മോഡൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇഫ് ദ കമ്പനി പ്ലാൻസ് ടു സെൽ ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്. അത് അവർ സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ സെല്ല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? They will choose the sell option for better opportunities. അത് എപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പൊ അല്ലാതെ കമ്പനി ചുമ്മാതെ സെൽ ആൻഡ് റീപർച്ചേസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വിൽക്കുവാണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് റെസ്ട്രിക്ട് us ഫ്രം ഫോളോയിങ് അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ. നമ്മൾ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ തന്നെ കാണിച്ചാൽ മതി. അവിടെ സബ്സിക്വന്റ് മെഷർമെന്റ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് അല്ലേ വരിക? അതെ, അതാണ് ഈ ബേസിക് മോഡൽ സെയിം ആണ്. നമ്മളിപ്പോ റിവാലുവേഷനിലൊക്കെ പഠിക്കത്തില്ലേ, നമ്മൾ ക്യാരിങ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഫെയർ വാല്യൂലേക്ക് റീമെഷർ ചെയ്യും, ബട്ട് വിൽ സ്റ്റിൽ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ആൻഡ് ഇമ്പയർമെന്റ്. അസറ്റ്സിന്റെ ഒക്കെ കേസിൽ അതേപോലെ തന്നെയാണ് ഇവിടെ. ആ ഫണ്ടമെന്റൽ സ്കെലിറ്റിൽ സെയിം ആണ്, സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ ആ ക്ലോസിംഗ് വാല്യൂവിനെ എപ്പോഴും എന്തിലോട്ട് റീമെഷർ ചെയ്തോണ്ടിരിക്കുക? ഫെയർ വാല്യൂലേക്ക് റീമെഷർ ചെയ്തോണ്ടിരിക്കുക. ക്ലിയർ ആണോ? Is it clear everyone? ഇനി നമുക്ക് ഇത് രണ്ടും അല്ല ഓപ്ഷൻ, ഇറ്റ്സ് ദിസ് കം അണ്ടർ ലോങ് ടേം ഹോൾഡിംഗ് ഓർ സെൽ ഓപ്ഷൻ എങ്കിൽ പിന്നെ ലാസ്റ്റ് എന്താ? ഈ രണ്ട് ഓപ്ഷനും ഇല്ലാത്ത സിറ്റുവേഷൻ കാണും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹെൽഡ് ഫോർ ട്രേഡിംഗ്. P&L. ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡെറിവേറ്റീവ്സ് നേച്ചറുള്ള സാധനങ്ങൾ, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, അങ്ങനത്തെ സാധനം, അതൊക്കെ ആയിരിക്കും കൂടുതൽ എവിടെ വരുന്നേ? FET PL വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഈ സംഭവമൊന്നുമില്ല. ഓപ്പണിംഗ് ഫെയർ വാല്യൂ എടുക്കും, അതിനെ ക്ലോസിംഗ് ഫെയർ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. The gain or loss will go to P&L. And the interest, എന്തെങ്കിലും മീൻ ടൈം ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിലോ Okay. will be shown as an income in P&L. അപ്പൊ അല്ല എഫക്റ്റീവ് റേറ്റും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ഇവിടെ. ക്ലിയർ എവരിവൺ? അപ്പോ ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുമ്പോൾ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുമ്പോൾ മേജർ പാർട്ടാണ് ഈ IFRS 9 ഈ മോഡൽസ് ചൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി 3 മോഡൽസ് ആണ് ഉള്ളത്. എന്തൊക്കെയാ? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ഉണ്ട്, FET-OC ഉണ്ട്, FET-PL ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ 2 മോഡലേ ഉള്ളൂ. എന്താ? FET-PL-ഉം FET-OC-യും. അപ്പൊ ഓരോന്നും ഇത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തെന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ഓരോന്നിന്റെയും പർപ്പസ് ക്ലിയർ ആണോ? Yes, sir. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മക്കളെ? സാർ ഇതില് കോൺട്രാക്ടൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനില്ലല്ലോ, ലൈക്ക് ലിറ്ററലി ആ ടെസ്റ്റിൽ കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാറില്ലല്ലോ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നോക്കാനുള്ളൂ. അത്രേ ഉള്ളൂ. കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ rules- ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് പെർ ദ കോൺട്രാക്ട് ആ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും മാത്രമാണോ അവർക്ക് കിട്ടുന്നത്, ഓ ദേ ഗെറ്റിംഗ് സംതിങ് എൽസ്? സംതിങ് എൽസ് വരുന്നുണ്ടെങ്കിൽ അതാ എന്തെങ്കിലും ഗെയിനോ ലോസിന് ചാൻസസ് ഉണ്ടെങ്കിൽ പിന്നെ FET-OC ആയിരിക്കും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇത് നമ്മള് പ്രീവിയസ് ഇയർ 2018 സെപ്റ്റംബറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ എക്സിബിറ്റ് നമ്പർ 4 ഇസ് വിത്ത് റെസ്പെക്ട് ടു അക്വസിഷൻ ഓഫ് ബോൺസ്. സോ ആ സനേരിയോ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അവിടെ അവര് മോഡൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ നോക്കിയേ.
ഓക്കെ 10 മില്യന്റെ ബോണ്ട് നമ്മൾ അക്വയർ ചെയ്തു. 5% ബോണ്ടാണ്. ഇൻട്രസ്റ്റ് എല്ലാ വർഷവും അവസാനം 30 ജൂണിൽ അക്വയർ ആവും. The bond is repayable at a substantial premium, so the effective rate is 7%. അപ്പൊ ഈ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നതിനകത്തിൽ എന്തോ ഇൻക്ലൂഡ് ആണ്? ആ ഇൻട്രസ്റ്റ് 5%, പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിന്റെ ആ റേറ്റ് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് റേറ്റ് എത്ര വന്നത്? 7% വന്നത്. So the banana intend to hold the bonds to collect the contractual cash flows arising from the bond and measure them at amortized cost. അപ്പൊ അവരുടെ ഇന്റന്റ് എന്ന് പറയുന്നത് എന്താ? അത് ഹോൾഡ് ചെയ്യാന്നുള്ളതാണ്. അതിൽ നിന്ന് എന്ത് മാത്രമേ കളക്ട് ചെയ്യാൻ ഉദ്ദേശമുള്ളൂ? കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോസ് മാത്രമേ കളക്ട് ചെയ്യാനുള്ള ഉദ്ദേശമുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈസ് ബോത്ത് ടെസ്റ്റ്. എന്തൊക്കെയാ? ബിസിനസ് മോഡൽ ടെസ്റ്റും കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ ടെസ്റ്റും. അതുകൊണ്ട് അവർ അതിനെ എന്തിലാണ് കാണിക്കാൻ പോകുന്നത്? amortized cost മോഡലാണ് കാണിക്കുന്നത്. On 1st July 2006, the banana sold the bonds to a third party for 8 million, where the fair value of the bond was 10.5 million at that date. So just note it down. അപ്പോൾ ഫെയർ വാല്യൂ 10.5 മില്യൺ ഉണ്ടായിട്ടും നമ്മളത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 8 മില്യൺ ആണ്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ ഒരു അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളതാണോ അവരുടെ ഉദ്ദേശം? അല്ല. ഇവിടെ കമ്പനി എന്ത് ചെയ്തു? ബോണ്ട് വിറ്റു. എന്നിട്ട് ഒരു 2 years കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്? The banana has the right to repurchase the bond for 8.8 million, and it is likely that the option will be exercised. So ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താ? അപ്പൊ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുവല്ല, അപ്പൊ ആ സമയത്തെ അവരുടെ ഒരു ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടി സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ that will not restrict us from following which model? Amortized cost model. നമുക്ക് എന്ത് തന്നെ ഫോളോ ചെയ്യാം? കണ്ടിന്യൂസ്ലി amortized cost model ഫോളോ ചെയ്യാം. സോ അത് ഒരു റീസൺ. സെക്കൻഡ് വൺ, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടല്ലോ, വി ആർ സെല്ലിംഗ് ദാറ്റ് ബോണ്ട്, ബട്ട് അതിന്റെ മൊത്തം റിസ്ക് ആൻഡ് റിവാർഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ആ മൊത്തം റിസ്കും റിവാർഡ്സും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നോ നോക്കിയേ. കാരണം നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാലും the third party is obliged to return the coupon interest to banana company and to pay additional cash to banana should the bond value arises. അപ്പൊ ബോണ്ടിന്റെ വാല്യൂ കൂടിയാലും അതേപോലെ തന്നെ ആ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഒക്കെ ഇപ്പോഴും ആർക്കാനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ബനാന കമ്പനിക്കാണ്. സോ ഈവൻ ആഫ്റ്റർ ദ സെയിൽസ് ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഈസ് സ്റ്റിൽ വിത്ത് ഹൂം? വിത്ത് ദ സെല്ലർ ഇറ്റ്സെൽഫ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അസറ്റിനെ നമ്മുടെ ബുക്സിൽ നിന്ന് ഡീറെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡു വി നീഡ് ടു ഡീറെക്കഗ്നൈസ് ദിസ് അസറ്റ് ഫ്രം അവർ ബുക്സ്? നോ. കാരണം ഈവൻ ആഫ്റ്റർ ദ സെയിൽ ആ പർട്ടിക്കുലർ ബോണ്ടിന്റെ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇപ്പോഴും ആരെ തന്നെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് വിത്ത് ദ ബനാന കമ്പനി. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? So banana will also compensate the party for any devaluation of the bond എന്നാ പറഞ്ഞത്. അപ്പോ റിസ്ക് വന്നാലും ആ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും, വാല്യൂ കൂടി തന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. സോ വെദർ ദർ ഈസ് എ റിസ്ക് ഓർ റിവാർഡ്സ്, അതിന്റെ രണ്ടിന്റെയും ബെനിഫിറ്റ് ആര് എൻജോയ് ചെയ്യുന്നുണ്ട്? ബനാന കമ്പനി തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്, ഈവൻ ആഫ്റ്റർ ദ സെയിൽസ്, അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ ബുക്സിൽ തന്നെ ഇതിനെ അക്കൗണ്ട് ചെയ്ത് പോവാം. Even in the next 2 years, we can account it as a financial asset. നമ്മൾ എന്ത് മോഡൽ ചൂസ് ചെയ്യണം? എന്ത് മോഡലാണ് നമുക്ക് കണ്ടിന്യൂ ടു ചൂസ് ചെയ്യാം? We can choose amortized cost model. ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം? എന്നാ മോനെ? ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യും? ലൈക് ലിറ്ററലി എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അസറ്റ് വാങ്ങിച്ചു, amortized cost മോഡലിൽ തന്നെ അക്കൗണ്ട് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അതല്ല, ലൈക് നമ്മള് തേർഡ് പാർട്ടിക്ക് അവര് ക്യാഷ് തന്നില്ല, അവര് തന്ന ക്യാഷിനെ നമുക്കപ്പോ എന്താക്കാം? അസറ്റ് വിറ്റിട്ടില്ല, അവര് തന്ന ക്യാഷ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ഒരു ലോൺ പോലെ ആയിരിക്കും. അതൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി. അവര് തന്ന ക്യാഷ് 8 മില്യൺ നമ്മളൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കും, ബിക്കോസ് വി ഹാവ് ടു റീപേ ഇറ്റ് വിത്ത് a 0.8 മില്യൺ എക്സ്ട്രാ, അല്ലെ? 8 മില്യൺ നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ച് എത്ര കൊടുക്കുന്നേ? 8.8 മില്യൺ ആണ്. അപ്പൊ ആ 0.8 മില്യൺ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് ഇൻട്രസ്റ്റ്. അപ്പോ
ആ ബോണ്ട് വാങ്ങിച്ചതിന്റെ സിറ്റുവേഷൻ അതാണ്. ഓക്കെ ആണോ? സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. അതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കിയേ. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ മെൻഷൻ ചെയ്യാം? IFRS 9 വരും, as well as ഡീറെക്കഗ്നേഷന്റെ പാർട്ട് പറയാം. സാറിന്റെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? Discuss how the derecognition requirements of IFRS 9 should be applied to the sale of bond, including calculations to show the impact on the FS for the year ended 30 June 2006. ഇതൊക്കെ കൺസൾട്ടേഷന്റെ ക്വസ്റ്റൻ ആണ്. പക്ഷെ അതിന്റെ കൂടെ അവർ എന്തും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി കൺസൾട്ടേഷൻ ഏരിയ അല്ല ചോദിക്കുന്നത്. ചെറിയൊരു പോർഷൻ വേറെ ഏതെങ്കിലും സ്റ്റാൻഡേർഡും ചോദിക്കാം. സാർ അപ്പൊ ഇതില് നമ്മള് ക്ലോസിംഗ് റേറ്റ് കാണിക്കണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അമോർട്ടൈസ് കോസ്റ്റ് മോഡലിൽ ക്ലോസിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കാണിക്കണം. ആ 2 yearsൽ ഉള്ള ട്രീറ്റ്മെന്റ് കാണിക്കണം. നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് കാണിച്ചു പോകണം. അതായത് നമ്മൾ വിറ്റിട്ട് എന്താണ് നമ്മൾ വിറ്റിട്ടും നമ്മൾ ഈ മോഡലിൽ നിന്ന് വിടുന്നില്ല. വിറ്റിട്ടും അതിന്റെ എഫക്ട് ഒന്നും ഇല്ല. കാരണം വിറ്റാലും നമ്മുടെ അസറ്റ് നമ്മുടെ ബുക്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. സോ അസറ്റിനെ നമ്മുടെ എങ്ങനെയാണോ അക്കൗണ്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ അക്കൗണ്ട് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ ക്ലോസിംഗ് വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യണം. അതിന്റെ കൂടെ ഇവിടെ പറയണം, ഇവിടെ ഡീറെക്കഗ്നൈസ് ചെയ്തില്ല കാരണം അതിന്റെ റീസൺസ്. സാർ ഇപ്പൊ പറഞ്ഞ റീസൺസ് കൊണ്ട് നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യത്തില്ല എന്ന് കൂടെ പറയണം. ആ പർട്ടിക്കുലർ ക്യാഷ് കിട്ടിയ 8 million ഒരു ലോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. 0.8 ഇൻട്രസ്റ്റ് ആയിട്ടും കാണിക്കുക. 0.8 ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. രണ്ട് ഭാഗവും പറയണം. ആ കിട്ടിയ പൈസ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നും, അതേപോലെ തന്നെ ഈവൻ ആഫ്റ്റർ ദ സെയിൽ ഹൗ യു അക്കൗണ്ട് ദാറ്റ് ബോണ്ട്, ബോണ്ടിന്റെ സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും എന്നുള്ളതും പറയാം. സാർ ഇത് റീപർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് കൊണ്ടാണോ ഡീറെക്കഗ്നൈസ് ചെയ്യാത്തത്? റീപർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ മീൻ ടൈം പറയുന്നുള്ളൂ, തേർഡ് പാർട്ടീസ് ഒബ്ലൈഡ് ടു റിട്ടേൺ ദ കൂപ്പൺ ഇൻട്രസ്റ്റ് ടു ബനാന. എന്ന് വെച്ചാൽ ഞാൻ വിറ്റ ബോണ്ടിന് ഇൻട്രസ്റ്റ് എനിക്കും ഇപ്പോഴും കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് പേ അഡീഷണൽ ക്യാഷ് ടു ബനാന ഇഫ് ദ ബോണ്ട് വാല്യൂ എറൈസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ കൂടുവാണെങ്കിൽ, ആ ബോണ്ടിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുവാണെങ്കിൽ, അപ്പോൾ ആ പ്രൈസ് അവർ എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ലിറ്ററലി അതിന്റെ എല്ലാ റിവാർഡ്സും ഇപ്പോഴും ഞാൻ തന്നെയാണ് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ കൺട്രോൾ അവിടെ പോയിട്ടില്ല. കൺട്രോൾ പോകണമെന്നുണ്ടെങ്കിൽ ആ അസറ്റിന്റെ കംപ്ലീറ്റ് റിസ്ക് ആൻഡ് റിവാർഡ്സും അതിലേക്ക് ട്രാൻസ്ഫർ ആവണം, ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ആവണം. പക്ഷെ അതിവിടെ നടക്കുന്നില്ല. സോ അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ശരിക്കും ഇവർ എന്താ തന്നെ നടന്നേ? നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അസറ്റ് വെച്ചിട്ട് ലോൺ എടുക്കുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു 8 million. അതിനവര് അസറ്റായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു ബോണ്ട് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് എവർ ദ എമൗണ്ട് ദാറ്റ് വി ഹാവ് പെയ്ഡ് എക്സസ് 8 million പണ്ടൊക്കെ നമ്മൾ 0.8 million എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. സോ ആ 0.8 million എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ജസ്റ്റ് ഒരു ഫൈനാൻസ് എക്സ്പെൻസ് ആയിട്ടോ കാണിക്കാം. ഡീറെക്കഗ്നിഷൻ ക്രൈറ്റീരിയ പറയാം. ആ ഡീറെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഇതാണ്, റിസ്ക് ആൻഡ് റിവാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അസറ്റിന്റെ ഡീറെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ എക്സ്പയർ ആവണം, അല്ലെങ്കിൽ നമ്മൾ either ത്രൂ സെയിൽ അല്ലെങ്കിൽ എക്സ്പയർ ആവുന്ന ദിവസം, ഈ 2 ദിവസമായിരിക്കും ഡീറെക്കഗ്നിഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ സെല്ലാണ്. അപ്പൊ സെല്ലാണെങ്കിലും അവിടെ എന്ത് ട്രാൻസ്ഫർ ആവുന്നില്ല? കൺട്രോൾ ട്രാൻസ്ഫർ ആവുന്നില്ല. അപ്പോ നമ്മൾ പറയാം ആസ് പെർ IFRS 9 ഫിനാൻഷ്യൽ അസറ്റ് വിൽ ബി ഡീറെക്കഗ്നൈസ്ഡ് either when the contractual cash flow expires. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ 5 വർഷത്തേക്കുള്ള ലോൺ നോട്ട് ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് അസറ്റ് അല്ലേ? ബിക്കോസ് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി മോർ ഇൻട്രസ്റ്റ് ഫ്രം ഇറ്റ്. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ എന്താവണം? എക്സ്പയർ ആവണം. അല്ലെങ്കിൽ പിന്നെ ഡീറെക്കഗ്നിഷൻ നടക്കുന്ന എവിടെ ആയിരിക്കും? അറ്റ് ദ ടൈം ഓഫ് സെല്ലാണ്. അപ്പോ ഇവിടെ അഗെയിൻ അറ്റ് ദ ടൈം ഓഫ് സെൽ ആണെങ്കിൽ അഗെയിൻ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ. ഇവിടെ അതില്ലല്ലോ. അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇതിപ്പോ ഒരു കൺസൾട്ടേഷന്റെ ക്വസ്റ്റ്യൻ അല്ല.
അപ്പോ ഇതിൽ നമ്മൾ പുതിയ ചേഞ്ചസ് പ്രകാരം ഈ അക്കൗണ്ടിൽ 8 മില്യൺ നമ്മൾ പ്രസന്റ് വാല്യൂ എടുത്തിട്ട് ലയബിലിറ്റിയിലും 0.8 മില്യൺ റീറ്റെയിൻ ഏർണിങ്സിലും കുറച്ചും കാണിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കാണിക്കണം. ഇല്ല അതൊന്നും വേണ്ട. ഈ അഡ്ജസ്റ്റ്മെന്റ് അതിലേക്ക് എടുക്കണ്ടല്ലേ? പിന്നെ ആൻസർ നോക്കിയാ മക്കളെ. So as per IAS 38, financial asset എന്ന് പറഞ്ഞാൽ എന്താ? Something that gives the contractual right to receive cash or വേറൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്, ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അതെന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്. So the asset can be only derecognized if it loses the control, that is no longer bear any risk or rewards from the asset. So here Banana has made an investment in debt which is 10 million 5% on July 15, which is a financial asset to Banana, and this financial asset is accounted as per amortized cost model. So in July 2006, the Banana sold the bond with a fair value of 10.5 million to a third party for 8 million. However, the Banana has the right to repurchase the bond for 8.8 million. It is likely that this option will be exercised. And literally our question athulla saanam nammal ezhudhiya madi. The Banana of obligation to repay it and all this. So therefore it seems Banana has not lost the control as it continues to bear all the risk and receive the rewards from the financial asset. So Banana should continue to recognize the asset and account it under amortized cost model. എന്നിട്ട് നമ്മൾ പറയാം അതിന്റെ കാൽക്കുലേഷൻസ് കാണിക്കാം. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ വരും? ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ amortized കോസ്റ്റ് മോഡലിൽ കാണിക്കാം. ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മൈനസ് കൂപ്പൺ എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ തന്നെ കാണിച്ചു പോകും. And 8 million received as part of the bond sale transaction should be accounted as a financial liability in the books of Banana. ആ 8 million നമുക്ക് ക്യാഷ് കിട്ടിയത് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. And additional 0.8 million paid on repayment should be accounted as finance cost, and it will be accrued over the period of 2 years. ഇപ്പൊ 2 വർഷത്തേക്കല്ലേ അവര് വാങ്ങുന്നത്? റീപർച്ചേസ് ചെയ്തത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ 0.8 million എക്സ്ട്രാ നമ്മൾ കൊടുത്തത് should be accrued over the period of 2 years. ക്ലിയർ ആണോ? പ്രസന്റ് വാല്യൂ എടുക്കണ്ട. വേണ്ട. ഇതായിരിക്കും കാൽക്കുലേഷന്റെ പാർട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 7 മാർക്സ് അല്ലേ വരുന്നത്. അപ്പൊ ആ IFRS പ്രിൻസിപ്പിൾസ് ഒക്കെ എഴുതുന്നതിന് ഒരു 4 മാർക്സ്, പിന്നെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഭാഗമൊക്കെ എഴുതുന്നതിന് ഒരു 1 to 2 മാർക്സ് കിട്ടും. ആൻഡ് ഫൈനലി ആ ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ആ കാൽക്കുലേഷനും ഏകദേശം ഒരു 1 to 2 മാർക്സ്. സോ 4 മാർക്സും വരുന്നത് എന്തിനായിരിക്കും? ആ നോളജ് പാർട്ടിനാണ് കേട്ടോ. കാൽക്കുലേഷനും മാർക്സ് വളരെ കുറവാണ്. എന്നിട്ട് 1 or 2 മാർക്സ് ആയിരിക്കും കാൽക്കുലേഷന് പോകുന്നത്. മെജോറിറ്റി ഓഫ് മാർക്സും എന്തായിരിക്കും? നിങ്ങളുടെ കൺക്ലൂഷനും നിങ്ങളുടെ നോളജ് പാർട്ടിനും ആയിരിക്കും. ഇത് കൂടാതെ നമ്മൾ ആ പറഞ്ഞ പോയിന്റ് കൂടെ ഇവിടെ എഴുതാം. എന്താ? ഇപ്പോഴും എന്ത് തന്നെ ഫോളോ ചെയ്യാന്നുള്ളത് എഴുതാം. amortized കോസ്റ്റ് മോഡൽ തന്നെ എഴുതാന്ന് പറയാം.
To measure the asset at amortize, the entity must have a business model where they intend to collect the cash flow over the life. And Banana maintains these rights and therefore sale does not contradict its business model. So the burn should continue to be measured at amortized cost model itself. Okay, Makle. So clear അല്ലേ IFRS 9 ഈ ഒരു പോർഷൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Any doubts? Okay. So അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തോ. Just like a take a break of 15 minutes or break എടുത്തോ. We'll resume by 11:30. Okay. So we'll resume the class. So we almost financial instrument IAS 32 and IFRS 9 areas cover ചെയ്തു. So രണ്ട് portions clear ആണല്ലോ. അതിൽ നിന്ന് വരുന്ന type of questions എല്ലാം clear അല്ലേ എല്ലാവർക്കും? Okay. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്പെസിഫിക്കലി IFRS 9 ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts, guys? Okay. The effective rate carrying value ആണോ കാണുന്നത്? Carrying value ആണ്. നമ്മൾ റീവാല്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഇവൻ ദോ വിൽ റീമെഷർ ടു ഇറ്റ്സ് ഫെയർ വാല്യൂ, അടുത്ത വർഷം നമ്മൾ ഈ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് എടുക്കുന്ന എന്തായിരിക്കും? ക്ലോസിംഗ് ക്യാരിങ് വാല്യൂ ആണ്. എങ്കിലേ അത് കറക്റ്റ് ആയിട്ട് എന്ത് വരത്തുള്ളൂ? ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടില്ലേ? അപ്പൊ ക്യാരിങ് വാല്യൂല് പോയാലേ അത് കറക്റ്റ് ക്ലോസിംഗ് ആകുമ്പോൾ രണ്ടിലേക്ക് എത്തത്തുള്ളൂ. മനസ്സിലായോ? അപ്പോ we will remeasure it, but the calculation will be done on the carrying value. നമ്മളല്ല ഫെയർ വാല്യൂലല്ല എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുക കേട്ടോ. സാർ ഇതില് നമ്മൾ OC-യിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തത് ഒന്നും റീക്ലാസിഫൈ ചെയ്യില്ലല്ലോ. അത് ആ ഒരു പോയിന്റ് ഞാൻ പറയാം. അപ്പോ നമ്മൾ ബേസിക്കലി ഇതിന്റെ 3 മോഡൽസിന്റെയും ട്രീറ്റ്മെന്റ്സ് പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഗെയിൻ ഓൺ ലോസ് വിച്ച് ഈസ് മെഷേർഡ് ടു OCI അത് PNലേക്ക് റീക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ദാറ്റ് റീക്ലാസിഫിക്കേഷൻ ഈസ് അലൗഡ് ഇൻ കേസ് ഓഫ് ഡെറ്റ്. ഡെറ്റിന്റെ കേസിൽ ഈ റീക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അലോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷെയർസിന്റെ കേസിൽ എന്തില്ല? ഷെയർസിന്റെ കേസ് വരുമ്പോൾ റീക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പോ ഓൾമോസ്റ്റും എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഇവൻ IAS 16 എല്ലാം റിവാലുവേഷൻ സർപ്ലസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്തും അവിടെ ഒന്നും റീക്ലാസിഫിക്കേഷൻ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ റീക്ലാസിഫിക്കേഷൻ അലൗ ചെയ്യുന്ന ഒരു മേ ബി ഒരു വൺ ഓഫ് ദ മെയിൻ സിറ്റുവേഷൻ ആണ് ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ കാണിക്കുന്ന ഗെയിൻ ഓൺ ലോസ്, OCയിൽ കാണിക്കുന്ന ഗെയിൻ ഓൺ ലോസിന് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? അത് ഫ്യൂച്ചറിൽ നമുക്ക് റീക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് വിൽക്കുന്ന സമയത്ത് വരുന്ന ആ ഗെയിനിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് വിൽക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നാൾ OCയിൽ കാണിച്ച എല്ലാ സാധനവും നമുക്ക് റീക്ലാസിഫൈ ചെയ്ത് എന്തിലോട്ട് കാണിക്കാം? PNലേക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ. Is it clear, everyone?
Is it clear everyone? ഇത് okay ആണോ? അപ്പോ in case of FET OCA model, then FET PL model, എല്ലാത്തിനും ഡിഫറൻസ് നമ്മൾ പഠിച്ചു. എപ്പോഴും ഓർക്കുക, എഫക്റ്റീവ് റേറ്റ് എല്ലാത്തിലും എവിടെ തന്നെ ആയിരിക്കും പോകുന്നത്? പി ആൻഡിൽ തന്നെ ആയിരിക്കും പോകുന്നത് കേട്ടോ. ഇനി OCA മോഡൽ ചൂസ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് മറ്റേ OCയിലോട്ട് പോകുമെന്ന് വിചാരിക്കല്ലേ. whether we are choosing അതൊരു ടൈം പീരീഡ് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അൺസർട്ടൺ ഭയങ്കര ഹൈ അല്ലേ. ഷെയർസിന്റെ കേസിൽ വാല്യൂ കൂടുന്നു കുറയുന്നൊക്കെ ഭയങ്കര അൺസർട്ടൺ ആണ്. ഡെറ്റിലാണെങ്കിൽ പിന്നെയും കൂടെ നമുക്ക് ആ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഏത് മോഡൽ ചൂസ് ചെയ്താലും എഫക്റ്റീവ് റേറ്റ് പോകുന്നത് SOPL ആയിരിക്കും. കൂപ്പൺ എപ്പോഴും പോകുന്നത് എങ്ങോട്ടായിരിക്കും? SOC. ഓക്കെ, ഇനിയും ഈ 3 സിറ്റുവേഷനിലും എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അസറ്റ് വാങ്ങുമ്പോൾ ഒരു ഇഷ്യൂ കോസ്റ്റോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഇൻ കേസ് ഓഫ് ഏതൊക്കെ മോഡൽസാ? അമോർട്ടൈസ് കോസ്റ്റ് മോഡലും OCA മോഡലിലും ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് അതേപോലത്തെ ഇഷ്യൂ കോസ്റ്റിനെയൊക്കെ നമ്മൾ അസറ്റിന്റെ വാല്യൂലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. പക്ഷേ P&L മോഡൽസിൽ വരുമ്പോൾ, സിൻസ് വി ആർ ഷോയിങ് ദ ഗെയിൻ ഓർ ലോസ് ഇൻ P&L, നമ്മളിതിനെ ക്യാപിറ്റലൈസ് ചെയ്യാതെ നമ്മളിതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അത് ആ P&L മോഡൽ ഏതാണെങ്കിലും ഷെയർസിലും ഡെറ്റ്സിലും എല്ലാം അസറ്റ് വാങ്ങുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് ഇഷ്യൂ കോസ്റ്റ് കാണും. അതൊക്കെ അങ്ങനത്തെ ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം നമ്മൾ P&L മോഡൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. OCA അല്ലെങ്കിൽ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. സോ അത് ഡെറ്റ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡൽ. ഓക്കെ, അപ്പൊ അമോർട്ടൈസ് കോസ്റ്റ് മോഡലിലും അതേപോലെ തന്നെ നമ്മുടെ FET OCA മോഡലിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. FET PL ആണെങ്കിലോ എക്സ്പെൻസ്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ ഈ മെയിൻ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്, ഒരു അഡീഷണൽ പാർട്ടായിട്ട് SBR വരുന്നതാണ്, വിച്ച് ഇസ് ഇമ്പയർമെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇമ്പയർ ആവുന്ന സിറ്റുവേഷൻ. ഇപ്പോ നമ്മൾ ഓൾറെഡി ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ FRലും അല്ലെങ്കിൽ ഈവൻ SBRലും ഒക്കെ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്, ഫിസിക്കൽ അസറ്റ്സ് ഇമ്പയർ ആവുന്നതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഇമ്പയർ ആവുന്നത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇമ്പയർമെന്റ് ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഇവിടെ ഞാൻ പറയുന്ന എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പം, നമ്മുടെ വളരെ നോർമലി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സിന്, വിച്ച് ഈസ് റിസീവബിൾസ്. എന്താണ്? നമ്മുടെ ട്രേഡ് റിസീവബിൾസിന്റെ ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ട്രേഡ് റിസീവബിൾസ് ഒരു രീതിയിൽ എന്താണ്? വൺ ഓഫ് ദ സിംപ്ലിഫൈഡ് ഫൈനാൻഷ്യൽ അസറ്റ്. ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ് ട്രേഡ് റിസീവബിൾസ്. അപ്പൊ ട്രേഡ് റിസീവബിൾസിന്റെ വാല്യൂ കുറയുവാണെങ്കിൽ, അല്ലെങ്കിൽ വാല്യൂ കുറയുന്നു എന്നുള്ളതാണല്ലോ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് റിസീവബിൾസിന്റെ ഈ വാല്യൂ കുറയുന്നതിനെ നമ്മൾ വളരെ ഓൾഡ് സ്കൂൾ തൊട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു +1 +2 തൊട്ടിട്ടേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദ ഡിക്രീസ് ഇൻ റിസീവബിൾസ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ ചാടി കയറിയിട്ട് ഒരു ഇമ്പയർമെന്റ് ചാർജ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല. റിസീവബിൾസിന്റെ കേസിൽ നമുക്കറിയാം, ഇൻ ഫ്യൂച്ചർ ഈ പൈസ കിട്ടാൻ ഒരു ചാൻസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് പ്രൊവിഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വിൽ ക്രിയേറ്റ് ആൻ അലവൻസ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 1 എന്തായിരുന്നു? വിൽ ക്രിയേറ്റ് ആൻ അലവൻസ് ഫോർ റിസീവബിൾ അല്ലെ? എന്നിട്ട് വെൻ യു ആർ പെർട്ടിക്കുലർലി ഷുവർ ദാറ്റ് ഈ കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ നമുക്ക് പൈസ തരത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അലവൻസ് ഫോർ റിസീവബിൾ മാറ്റിയിട്ട് അതിന്
റിക്കവറബിൾ ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അതായത് നമ്മുടെ സ്റ്റെപ്പ് 2. അങ്ങനെ 2 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതേ ഒരു സിറ്റുവേഷൻ ആണ് എവിടെയും വരുന്നത്. ഫൈനാൻഷ്യൽ അസറ്റ്സ് ആയിട്ടുള്ള ബാക്കി മെയിൻ അസറ്റ്സിലും നമ്മൾ ഫോളോ ചെയ്യാൻ പോകും. അപ്പൊ അൺലൈക്ക് അവർ നോർമൽ അസറ്റിലെ കേസിൽ എങ്ങനെ നമ്മൾ ഇമ്പയർമെന്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഇമ്പയർമെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇമ്പയർമെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തും. എങ്ങനെ നമ്മൾ ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തുന്നത്? അസറ്റിന്റെ ക്യാരിങ് വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും? യെസ്, അസറ്റിന്റെ റിക്കവറബിൾ എമൗണ്ട് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യും. അല്ല അലവൻസ് വല്ലതും വെക്കുമായിരുന്നോ? ഇല്ല. ഇത് നോർമലി ഉള്ള ഒരു ഇമ്പയർമെന്റ് ആണ്. ദാറ്റ് ഈസ് ഇമ്പയർമെന്റ് ആസ് പെർ IAS 36. ഇതല്ല നമ്മൾ എവിടെ ഫോളോ ചെയ്യുന്നത്? IFRS 9 വരുമ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ IFRS 9 വരുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സോർട്ട് ഓഫ് റിസ്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക? ഒരു അലവൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ അലവൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫർദർ ഇത് കിട്ടത്തില്ല എന്ന് നമുക്ക് അത്രയും ഷുവർ ആവുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിനെ ഒരു ഇമ്പയർഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോ ഇതായിരുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എപ്പോഴും റിസീവബിളിന്റെ സിറ്റുവേഷൻ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ when it comes to financial assets, we know that we have different financial assets. എന്തൊക്കെയാണ്? ഇക്വിറ്റി ഉണ്ട്, ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്, ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇവിടെ ഇക്വിറ്റിന്റെ കേസ് നിങ്ങൾക്ക് അറിയാം. ഇക്വിറ്റി ഒന്നീ ഷോർട്ട് ടേം ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റിക്ക് നമ്മൾ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്ന മോഡൽ എന്താണ്? വി ആർ ഫോളോയിങ് എ ഫെയർ വാല്യൂ മോഡൽ, അല്ലെ? ഇക്വിറ്റിക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന മോഡൽ എന്താ? ഒരു ഫെയർ വാല്യൂ മോഡലാണ്. അപ്പൊ ഫെയർ വാല്യൂ മോഡൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഫെയർ വാല്യൂന് എന്തെങ്കിലും ചേഞ്ച് വന്നാലും ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ദർ ഡയറക്ട്ലി. നമ്മൾ ഇനി അഡീഷണലി എന്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എവറി ഇയർ ദേ ആർ റീമെഷറിംഗ് ഇറ്റ്സ് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും അതവിടെ അക്കൗണ്ട് ചെയ്ത് പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അഡീഷണലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ നീഡ് ഓഫ് ഇമ്പയർമെന്റ് ടെസ്റ്റിംഗ്. അവിടെ ഇമ്പയർമെന്റ് ടെസ്റ്റിംഗിന്റെ ആവശ്യമില്ല. ബിക്കോസ് ആ അസറ്റിന്റെ വാല്യൂന് എന്തെങ്കിലും വില കൂടിയാലും കുറഞ്ഞാലും അത് അപ്പൊ തന്നെ ബുക്സിൽ റിഫ്ലക്ട് ആയി പോകുന്നുണ്ട്. അതേപോലെയാണോ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്? അല്ല. ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുമ്പോൾ അവിടെ എന്ത് മോഡൽ ഉണ്ട്? there is a cost model which is amortized cost model, then FET OCI model, then FET PL model. അങ്ങനെ 3 മോഡൽസ് ഉണ്ട്. അഗെയിൻ ഇതില് FET PL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫെയർ വാല്യൂ മൂവ്മെന്റ്സ് ആർ ഗെറ്റിംഗ് അഫക്റ്റഡ് ഇമീഡിയറ്റ്ലി ഇൻ P&L. അസറ്റിന്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും അത് അതേപോലെ തന്നെ എവിടെ റിഫ്ലക്ട് ആവുന്നുണ്ട്? നിങ്ങളുടെ P&L റിഫ്ലക്ട് ആവുന്നുണ്ട്. അപ്പോ FET PL മോഡൽ ഫോളോ ചെയ്യുന്നതിന് എന്ത് വേണ്ട ആവശ്യമില്ല? ഇമ്പയർമെന്റ് ആവശ്യമില്ല. നോ നീഡ് ഓഫ് ഇമ്പയർമെന്റ് ടെസ്റ്റ്. നമ്മളിത് ഓൾറെഡി ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു അസറ്റ് വേറെ പറയാവോ? ഇമ്പയർമെന്റ് വേണ്ടാത്ത ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യുന്ന വേറെ ഒരു അസറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ്. IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അവിടെ നമ്മൾ ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല? ഇമ്പയർമെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെയും ഡയറക്ട്ലി ആ ഫെയർ വാല്യൂ മൂവ്മെന്റ്സ് P&L കാണിക്കുന്ന സിറ്റുവേഷനിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി അഡീഷണലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇമ്പയർമെന്റ് ടെസ്റ്റ് ഇല്ല. അപ്പൊ എഫക്റ്റീവ്ലി ഇമ്പയർമെന്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്തിലോട്ട് മാത്രമാണ്? ഇറ്റ്സ് ഓൺലി ഫോക്കസിങ് ഓൺ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ ഏതിനൊക്കെയാണ്? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡലും So it's almost like നമ്മുടെ അസറ്റ് നോർമലി IAS 16 അസറ്റ്സിനകത്തിലൊക്കെ നമുക്ക് എന്തൊക്കെയുണ്ട്? കോസ്റ്റ് മോഡലും അതേപോലെ തന്നെ റിവാലുവേഷൻ മോഡലും ഇല്ലായിരുന്നോ? ഈ 2 സിറ്റുവേഷനിൽ നമ്മൾ ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തുമല്ലോ. കോസ്റ്റ് മോഡലും നടത്തും, ഇമ്പയർമെന്റ് ടെസ്റ്റ് റിവാലുവേഷൻ മോഡലും നടത്തും, അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു കോസ്റ്റ് മോഡലാണ് ഈ പറയുന്ന അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡൽ. ഒരു രീതിയിൽ ഒരു റിവാലുവേഷൻ മോഡലാണ് ഈ പറയുന്ന FET OCI മോഡൽ, അല്ലെ? അപ്പൊ ഇതിന് രണ്ടിനും നമ്മൾ എന്ത് നടത്തണം? വി ഹാവ് ടു പെർഫോം
impairment test. Is it clear, everyone? അപ്പോ ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ്ലി ഇമ്പയർമെന്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? ക്രിയേറ്റ് ആൻ അലവൻസ്. പക്ഷെ റിസീവബിൾസ് പോലല്ല. ലോൺ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമലി ലെറ്റ്സ് ലോൺ നോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു മിനിമം 3 year ലൈഫ് എങ്കിലും കാണും ലോൺ നോട്ടിന്, അല്ലേ? അപ്പോ വി ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് അലവൻസ് ഇൻ ടു ഡിഫറെന്റ് ഫേസസ്. അപ്പോ നിങ്ങളിപ്പോ ലോൺ നോട്ട് വാങ്ങുന്ന സമയത്ത് ലെറ്റ്സ് സേ ലോൺ നോട്ടിന് ഇൻട്രസ്റ്റ് 10% ആണെന്ന് വെച്ചു. ഇതിപ്പോ ഒരു കമ്പനിയുടെ ലോൺ നോട്ട് വാങ്ങുവാണെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ലോൺ നോട്ട് വാങ്ങുന്നു, അത് ഇൻട്രസ്റ്റ് ഈസ് 10%. ഇതേ ലോൺ നോട്ട് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിലായിരുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലോ, ഇതേ പൈസ നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇല്ല. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്താ? കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റാ. മേ ബി അവിടെ ഒരു 4% വല്ലതും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെ? അല്ലെങ്കിൽ 2 or 3 വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോ അതിൽ നിന്ന് മാറി നിങ്ങളൊരു കമ്പനിയുടെ ലോൺ നോട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഹൈ ആണ്. എന്തുകൊണ്ട്? വൈ ആർ ഗെറ്റിംഗ് ദാറ്റ് എക്സ്ട്രാ റിട്ടേൺ? കമ്പനിയുടെ ലോൺ നോട്ട് ആകുമ്പോൾ അവിടെ എന്തുണ്ട്? there is a risk involved. അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ട് മക്കളെ? ഒരു റിസ്ക് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ there is more risk. അപ്പോ at the time of investment itself, the initial investment itself നമുക്ക് എന്തറിയാം? അവിടെ ഒരു ഹൈ റിസ്ക് ഉണ്ടെന്ന് അറിയാം, അല്ലെ? സോ നോട്ട് ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ബേസിൽ തന്നെ എന്ത് ചെയ്യും? the initial recognition itself നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? will create an allowance. അപ്പോൾ ഞാൻ അലവൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് സേ ഒരു ലോൺ നോട്ട് ഫോർ എക്സാമ്പിൾ 3 വർഷത്തെ ലോൺ നോട്ടാ. അപ്പോൾ ആദ്യം ഞാൻ അലവൻസ് ക്രിയേറ്റ് ചെയ്യും, ബട്ട് ഐ വിൽ നോട്ട് ക്രിയേറ്റ് ദ അലവൻസ് ഫോർ ഓൾ റിസ്ക് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ 3. ആ 3 വർഷത്തിനുള്ളിൽ വരുന്ന എല്ലാ ഡീഫോൾട്ട് ചാൻസസിനും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഒരു അലവൻസ് ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ. അപ്പൊ അത് ഇനിഷ്യൽ റെക്കഗ്നിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അലവൻസ് എന്തായിരിക്കും? ഒരു 12 months ക്രെഡിറ്റ് ലോസ് അലവൻസ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ 12 months ക്രെഡിറ്റ് ലോസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പെക്ടഡ് ലോസസ് the first 12 months of our investment. ഓക്കെ. അപ്പോ ഇറസ്പെക്റ്റീവ് ഓഫ് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറ്റ് ദ ഇനിഷ്യൽ റെക്കഗ്നിഷൻ ഇറ്റ്സെൽഫ് നമ്മൾ എത്ര മാസത്തെ അലവൻസ് വെക്കണം എന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്? ഒരു 12 monthsലേക്കുള്ള അലവൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാ? ബിക്കോസ് നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ പൈസ ഇടുന്ന സമയം തന്നെ നിങ്ങൾക്ക് അറിയാം, കമ്പയർഡ് ടു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഒരു ഹയർ റിട്ടേൺ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ദർ ഇസ് എ ഹയർ റിസ്ക് ഇൻവോൾവ്. അപ്പൊ അവിടെ എന്ത് ഇൻവോൾവ് ആണ്? ഒരു ഹയർ റിസ്ക് ഇൻവോൾവ് ആണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഹയർ റിസ്ക് ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രൊവിഷൻ പോലെ വി ഹാവ് ടു ക്രിയേറ്റ് ആൻ അലവൻസ്. പ്രൂഡൻസ് കൺസെപ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ് എന്താ? പ്രൂഡൻസ്, അല്ലെ? നമുക്ക് എക്സ്പെക്ടഡ് ലോസ് ഉണ്ട്, യു ആർ എക്സ്പെക്ടിങ് ഫോഴ്സിങ് എ ലോസ്. അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്ത് പോവാം. അപ്പൊ അലവൻസ് എമൗണ്ട് എത്ര എന്നൊക്കെ നമുക്ക് ക്വസ്റ്റൻ ആയി തരും. നൗ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കണം? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അലവൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ? നമുക്കറിയാം അലവൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതപ്പോ എങ്ങോട്ട് പോകും? SOPലോട്ട് പോകും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ പ്രൊവിഷൻ. സോ ആ അലവൻസിന്റെ എമൗണ്ട് നമ്മൾ എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യും? SOFPയില് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ അലവൻസ് ഇറ്റ്സ് എ ചാർജ് ടു P&L. അലവൻസ് എന്ന് പറഞ്ഞ എമൗണ്ട് ഒരു ചാർജ് ആയിട്ട് പോകും P&L. ഓക്കെ. ആൻഡ് ആ അലവൻസ് വെച്ചേക്കുന്ന എമൗണ്ട് SOFPയിൽ ഒരു ലയബിലിറ്റി പോലെ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് റെക്കഗ്നൈസ് ചെയ്യും മക്കളെ? അത് ഇനിഷ്യൽ റെക്കഗ്നിഷൻ ഇറ്റ്സെൽഫ് നമ്മൾ എത്ര മാസത്തെ അലവൻസ് കീപ്പ് ചെയ്യണം? വി ഹാവ് ടു ക്രിയേറ്റ് ആൻ അലവൻസ് ഫോർ 12 months.
അതുകൊണ്ട് തീർന്നോ? ഇല്ല. ഇനി സബ്സിക്വന്റ്ലി ഇൻ ദ ഇയർ എൻഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് നോക്കും? We will check whether the risk has increased significantly. റിസ്ക് സിഗ്നിഫിക്കന്റ്ലി കൂടിയോ നമ്മൾ നോക്കുക. അത് ക്വസ്റ്റൻ ആദ്യം പറയും. അപ്പൊ റിസ്ക് സബ്സിക്വന്റ്ലി കൂടിയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ റിസ്ക് സബ്സിക്വന്റ്ലി കൂടിയെങ്കിൽ എന്ത് ചെയ്യണം? The 12 months allowance will get replaced with എന്താ? Lifetime credit loss allowance. അപ്പൊ എന്റെ ഈ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് ഒരു 3 വർഷത്തെ ലോൺ നോട്ട് ആണെങ്കിൽ, ഒരു 3 വർഷത്തുള്ള ലോൺ നോട്ട് ആണെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു 12 മാസത്തേക്ക് മാത്രമുള്ള റിസ്ക് ചാൻസസ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്തേ? അലവൻസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അടുത്ത സബ്സിക്വന്റ് ഇയർ എൻഡ് ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇഫ് ദ റിസ്ക് ഈസ് ഇൻക്രീസിങ് സിഗ്നിഫിക്കന്റ്ലി, റിസ്ക് സിഗ്നിഫിക്കന്റ്ലി കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈഫ് ടൈം അലവൻസ് മാറ്റിയിട്ട്, ഒരു 12 months അലവൻസ് മാറ്റിയിട്ട് ഓവർ ദ ലൈഫ് ടൈം, ദാറ്റ് ഈസ് മേ ബി വിത്തിൻ ദ നെക്സ്റ്റ് 3 years നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് എന്താണോ ആ ലോസിന് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അലവൻസിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും? കൂടും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ അഗെയിൻ അതിന്റെ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് എക്സ്പെൻസ്. എന്താണോ ആ ഇൻക്രീസ്, നമ്മുടെ ഇൻക്രീസ് ഫ്രം ആ ഫുൾ എമൗണ്ടും പി&ലി പോവോ? ഇല്ല. നമ്മൾ ആദ്യം ഒരു അലവൻസ് വെച്ചിട്ടുണ്ട്. ആ അലവൻസിന് എന്താണോ ഇൻക്രീസ് വന്നത് ആ ഇൻക്രീസ് വന്ന എമൗണ്ട് നമ്മൾ എക്സ്പെൻസിലോട്ട് കാണിക്കും. ആൻഡ് ക്രെഡിറ്റ് വിൽ ഗോ ടു അലവൻസ് ബൈ ദ സെയിം എമൗണ്ട്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇമ്പയർമെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് അല്ല പോകുന്നത്. ആണോ? അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ജസ്റ്റ് ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ഒരു 12 months അലവൻസ് ക്രിയേറ്റ് ചെയ്യും. ഇഫ് ദ റിസ്ക് ഈസ് ഇൻക്രീസിംഗ് സിഗ്നിഫിക്കന്റ്ലി then this 12 months allowance will get replaced with a lifetime allowance. Is it clear everyone? Okay ആണോ എല്ലാവർക്കും? Is it clear? Yes. അപ്പൊ റിസ്ക് കൂടി, സബ്സിക്വന്റ്ലി റിസ്ക് കൂടി. Now we got indicators, impairment indicators പോലെ തന്നെ significant financial difficulty വന്നു. ആർക്ക്? ഫോർ ദ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച ആൾക്കോ, അല്ലെങ്കിൽ നമുക്ക് ലോൺ ഇഷ്യൂ ചെയ്ത് തന്ന കമ്പനി കാണുമല്ലോ, ആ ലോൺ ഇഷ്യൂ ചെയ്ത തന്ന ലോൺ നോട്ട് ഇഷ്യൂ ചെയ്ത കമ്പനി, ആ കമ്പനിക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി വരുവാന്ന് നമുക്ക് തോന്നി. സോ ഇതൊക്കെ എന്തിന് ഇൻഡിക്കേറ്റേഴ്സാ? ഇമ്പയർമെന്റ് ഇൻഡിക്കേറ്റേഴ്സാ. അപ്പോ അവിടെ കൃത്യമായിട്ട് നമുക്കൊരു പ്രൂഫ് കിട്ടി. ഇനി അങ്ങേര് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു എന്നോ, അത് ഒരു സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൺസെഷൻസ് ഓൺ പ്രിൻസിപ്പിൾ ഓർ ഇൻട്രസ്റ്റ്, നമ്മൾ പുള്ളിക്കാരൻ എന്തെങ്കിലും കൺസെഷൻ കൊടുത്തു എന്ന് വെച്ചാൽ ചില ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് എഴുതി തള്ളത്തില്ല, ഇൻട്രസ്റ്റ് എഴുതി തള്ളുക അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ കുറച്ച് എമൗണ്ട് എഴുതി തള്ളുക കേട്ടിട്ടില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ? ആ പുള്ളിക്ക് റീപേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ടാണ്. അപ്പൊ അത് എഴുതി തള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അവിടെ ഇനി ആ പൈസ ഇനി കിട്ടാൻ പോകുന്നില്ല. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അവിടെ ഇനി പൈസ കിട്ടാൻ പോകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ദെൻ ഈ അലവൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് കൺഫേം ചെയ്യും? ഫിനാൻഷ്യൽ അസറ്റ് ഇമ്പയർ ആയി എന്നുള്ളത് കൺഫേം ചെയ്യും. സോ ഇൻ ദിസ് സെനാരിയോ, അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ് ഇമ്പയർ ആയി എന്നുള്ളതിന് പറയുന്ന ടേം എന്താ? ക്രെഡിറ്റ് ഇമ്പയർഡ് എന്നാ കേട്ടോ. സോ ആ ക്രെഡിറ്റ് ലോസ് അലവൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഇമ്പയർമെന്റ് സിറ്റുവേഷൻ ഇവിടെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദ ഫിനാൻഷ്യൽ അസറ്റ് ഈസ് ക്രെഡിറ്റ് ഇമ്പയർഡ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ
ഇമ്പയർമെന്റ് കണ്ടുപിടിക്കുന്ന സെയിം ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റിന്റെ ബുക്സിലുള്ള ക്യാരിങ് വാല്യൂ നോക്കും. ദാറ്റ് ഈസ് ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മൈനസ് കൂപ്പൺ ഉള്ള ക്യാരിങ് വാല്യൂ. ആ ക്യാരിങ് വാല്യൂ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും? ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റിക്കവറബിൾ ക്യാഷ് ഫ്ലോസ്. നിങ്ങൾക്ക് എന്താണോ ഇനിയും റിക്കവർ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോ, ആ റിക്കവറബിൾ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എടുക്കും. ലെറ്റ്സ് സേ 10,000 ആണ് എന്റെ ക്യാരിങ് വാല്യൂ. പക്ഷെ റിക്കവറബിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ നോക്കുമ്പോൾ 6,660 ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് ഇമ്പയർമെന്റ് ലോസ്, ക്രെഡിറ്റ് അലവൻസ് അല്ല. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് തന്നെയാണ് അത് കുറയ്ക്കും. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ 10,000 നിന്ന് 6,660 ആയി. അപ്പൊ എത്ര ഡിഫറൻസ്? എത്ര മക്കളെ? 10,000 6,660 എന്ന് പറയുമ്പോൾ വാട്ട്സ് ഇമ്പയർമെന്റ് ലോസ് എത്രയാണ്? 3,340. ആ 3,240 നമ്മൾ എന്ത് ചെയ്യും? 33. Asset is credit impaired should be deducted from the carrying value of financial assets. അസറ്റിന്റെ carrying value നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. So from the next year onwards, the effective rate നമ്മൾ ഇനി അങ്ങോട്ട് എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? 10,000-ലായിരിക്കുമോ? അല്ല, ആ ഇമ്പയർമെന്റ് സംഭവിച്ച ഫിഗർ ഉണ്ടല്ലോ, ഇമ്പയർഡ് ആയല്ലോ. How much it is impairment? ആ 6,660 എന്നുള്ളതല്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ട് 6,660-ലായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10,000-ലായിരിക്കത്തില്ല. ഓക്കെ, ബട്ട് ആ ഒരു ഡിഡക്ഷൻ എവിടെ വരത്തില്ല? അലവൻസ് വരുന്ന സിറ്റുവേഷനിൽ വരത്തില്ല. അലവൻസിന്റെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഡിഡക്ഷൻ വരുത്തുണ്ടാവില്ല. അപ്പൊ 3 ലെവലായിട്ടാണ് ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പയർമെന്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ഇമ്പയർ ആവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്നാണ്. ക്രെഡിറ്റ് ഇമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പം എന്നോട് പറയുകയാണ് ഇനി നെക്സ്റ്റ് ഇനി അങ്ങോട്ട് ഇനിയും ലെറ്റ്സ് സേ സെക്കൻഡ് ഇയറിന്റെ അവസാനമായപ്പോൾ പറഞ്ഞു ഇനി തേർഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, ഇനി പ്രിൻസിപ്പളിന്റെ ഒരു പകുതി എമൗണ്ടേ കിട്ടത്തുള്ളൂ. സോ അത് നമുക്ക് കൺഫേം ആയി. മനസ്സിലായോ? അപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി നമ്മളെ കൺഫേം ചെയ്തിട്ട് പറയുവാണ് ഇനിയും ബാക്കി ഇനി അങ്ങോട്ട് അടുത്ത വർഷം ഇൻട്രസ്റ്റ് തരത്തില്ല, ആകെ പ്രിൻസിപ്പളിന്റെ ഒരു 50% കിട്ടത്തുള്ളൂ. സോ അപ്പൊ ഇനി നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ആകെ എന്ത് മാത്രമായിരിക്കും? പ്രിൻസിപ്പളിന്റെ ഒരു 50% ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുക, എന്നിട്ട് അതിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുക? നമ്മുടെ ബുക്സിൽ പക്ഷേ ആസ് പെർ ദ എക്സ്പെക്ടേഷൻ നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് കാണും, ക്യാരിങ് വാല്യൂ. അപ്പൊ അതായിട്ട് അതിനെ കമ്പയർ ചെയ്യും. സോ ആ ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇമ്പയർമെന്റ്. അപ്പൊ ക്രെഡിറ്റ് ഇമ്പയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇനി ഉറപ്പിച്ചു ഇനി നമുക്ക് പൈസ കിട്ടത്തില്ല, അത് ഇത്രയും മാത്രമേ ഇനി റിക്കവറബിൾ ആവത്തുള്ളൂ എന്ന് നമുക്ക് കൺഫേം ആയ സിറ്റുവേഷൻ കാണും. അതിനെയാണ് ക്രെഡിറ്റ് ഇമ്പയർഡ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി നമ്മുടെ ബോറോവറിന്റെയോ അല്ലെങ്കിൽ നമുക്ക് ലോൺ നോട്ട് ഇഷ്യൂ ചെയ്ത കമ്പനിയുടെയോ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആവാം, അല്ലെങ്കിൽ വി ആർ ഓഫറിംഗ് സം സോർട്ട് ഓഫ് കൺസെഷൻസ് ടു ദോസ് കമ്പനി. ഇതെല്ലാം അതിന്റെ ഒരു റീസൺ ആയിരിക്കാം. ഓക്കെ ആണോ മക്കളെ?
Okay, so we have discussed impairment. Impairment portion clear ആണോ? അപ്പൊ ഇത് past പേപ്പേഴ്സിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്ത്, ഇമ്പയർമെന്റിനെ ബേസ് ചെയ്ത്. സോ വി കനോട്ട് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാ കവർ ചെയ്തതെന്ന്. വി ഡിസ്കസ്ഡ് അബൌട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് നോക്കി, ഫിനാൻഷ്യൽ ലയബിലിറ്റി നോക്കി, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ആ ബേസ് ഒക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. അപ്പോ അലവൻസിന്റെ കേസിൽ നമ്മൾ എപ്പോഴും ക്യാരിങ് വാല്യൂ തന്നെ ആയിരിക്കും ചെയ്യും. കാരണം അലവൻസ് വരുന്ന സമയത്ത് എന്താ എൻട്രി? ഡെബിറ്റ് എക്സ്പെൻസ് ക്രെഡിറ്റ് അലവൻസ് എന്നുള്ളതാണ്. അറ്റ് ദ ടൈം ഓഫ് അലവൻസ് വി ആർ നോട്ട് റെഡ്യൂസിങ് ഇറ്റ് ഫ്രം ദ വാല്യൂ ഓഫ് അവർ അസറ്റ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പക്ഷെ ഇമ്പയർമെന്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരിങ് വാല്യൂ അത് കുറയ്ക്കുന്നത്. അലവൻസ് വരുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അസറ്റിന്റെ ക്യാരിങ് വാല്യൂവിന് ഈ എമൗണ്ട് കുറയ്ക്കുന്നില്ല. സോ എഫക്റ്റീവ് റേറ്റ് വിൽ ബി ഇമ്പയർ ആകുമ്പോൾ കുറയ്ക്കണം. ഇമ്പയർ ആവുന്ന സിറ്റുവേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അസറ്റിന്റെ വാല്യൂ അത് കുറയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഓൺലി വെൻ ദ അസറ്റ് ഈസ് ഇമ്പയർഡ് then effective rate should be calculated on that impaired amount. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അലവൻസ് വരുന്ന സിറ്റുവേഷനിലൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു വ്യത്യാസവും ഇല്ല. ഇൻട്രസ്റ്റ് വിൽ ബി കാൽക്കുലേറ്റ് അഗെയിൻ ഓൺ ദ ക്യാരിങ് വാല്യൂ ഇറ്റ്സെൽഫ്. കാരണം എൻട്രി എന്താ വരുന്നത്? ഡെബിറ്റ് എക്സ്പെൻസ് ക്രെഡിറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അലവൻസ് എമൗണ്ട് ഒരിക്കലും നമ്മുടെ അസറ്റിന്റെ ബാലൻസിൽ നിന്ന് കുറയ്ക്കത്തില്ല. അത് നിങ്ങൾ റിസീവബിൾസിന്റെ കേസിലും ആലോചിച്ചാൽ മതി. റിസീവബിൾസിന്റെ കേസിൽ അലവൻസ് എമൗണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? റിസീവബിൾസിൽ നിന്ന് കുറയ്ക്കാറില്ല. ഇറിക്കവറബിൾ ഡെറ്റ് അല്ലെങ്കിൽ ഇറിക്കവറബിൾ കൈൻഡ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കൺഫേം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിസീവബിൾസിൽ ആ ബാലൻസ് കുറയും. അപ്പൊ അതേപോലെ ഇറിക്കവറബിൾ ആവുന്ന സിറ്റുവേഷൻ, ഇമ്പയർമെന്റ് ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളത്? ക്യാരിങ് വാല്യൂവിന് കുറയ്ക്കത്തുള്ളൂ. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഫെയർ വാല്യൂ പ്ലസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും ഫിനാൻഷ്യൽ അസറ്റ് വരുമ്പോൾ. ലയബിലിറ്റി ആകുമ്പോഴോ ഇഫ് യു ആർ ഫൈനാൻഷ്യൽ ലയബിലിറ്റി, ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. നമ്മൾ 3 മോഡൽ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ, FET OCI, FET PL. അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? സോൾലി ക്യാഷ് ഫ്ലോ കളക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. FET OCI മോഡൽ ആണെങ്കിലോ is held to collect cash flows and sell asset. That is, entity may sell investment if the possibility of buying another investment with a higher return. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെങ്കിൽ മാത്രമേ ഉള്ളത് എന്ത്? FET OCI മോഡൽ. Then FET PL അസറ്റ് ഹെൽഡ് ഫോർ ട്രേഡിംഗ് ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? FET PL. The treatment will be same for liability as well. Then we discussed about impairment. അപ്പൊ ഇമ്പയർമെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഇവിടെ കാണിക്കുന്നത് P&L ആണ്. Then impairment loss must be recognized for financial asset, that is debt instruments measured at ഏതൊക്കെയാണ്? amortized cost model, FET OCI model അല്ലെ? സോ അവിടെ ക്രെഡിറ്റ് റിസ്ക് ഹാസ് നോട്ട് ഇൻക്രീസ് സിഗ്നിഫിക്കന്റ്ലി. നമ്മൾ എന്തായിരിക്കും വെക്കുന്ന അലവൻസ്? 12 months ക്രെഡിറ്റ് ലോസ് അലവൻസ് ആയിരിക്കും. If the risk increase significantly, then lifetime expected credit loss allowance ആയിരിക്കും. Okay, then ഒരു particular credit risk significantly increase ആയോ എന്ന് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാ? Let's say നിങ്ങളുടെ ഡ്യൂ ഡേറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 30 ഡേയ്സും കഴിഞ്ഞിട്ടും പേയ്മെന്റ് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ക്രെഡിറ്റ് റിസ്ക് കൂടി എന്ന സിറ്റുവേഷനിലേക്ക് എത്താം. അതിനെ റിബ്യൂട്ടബിൾ പ്രിസംപ്ഷൻ എന്നൊക്കെ പറയും. റിബ്യൂട്ടബിൾ പ്രിസംപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഡ്യൂ ഡേറ്റിൽ നിന്ന് 30 ഡേയ്സ് കഴിഞ്ഞു. EMI അടയ്ക്കേണ്ട ഡേറ്റിൽ നിന്ന് 30 ഡേയ്സ് കഴിഞ്ഞിട്ടും
ആ പർട്ടിക്കുലർ ബോറോവർ EMI അടച്ചില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് അവർ ഒരിക്കലും 1 month ഒന്നും ഡിലേ വരരുതെന്ന് പറയുന്നത്. അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയൊക്കെ അഫക്ട് ചെയ്യും. അവിടെ നമ്മുടെ ക്രെഡിറ്റ് റിസ്ക് എന്ത് ചെയ്യും? കൂടും. Okay, so if the asset is credit impaired, then the interest income is calculated on the asset's net carrying amount. So അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? അസറ്റ് ക്രെഡിറ്റ് ഇമ്പയർ ആവുന്ന സമയത്ത് ആ ഇമ്പയർമെന്റ് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ടിലായിരിക്കണം നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ മെയിൻ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണല്ലോ? Then derecognition of financial asset. അത് നമ്മൾ പഠിച്ചല്ലോ. എപ്പോഴൊക്കെയാണ് നമുക്ക് ഡീറെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി എക്സ്പയർ ചെയ്യുമ്പോൾ കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോസ് എക്സ്പയർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നു. And substantially all risk and rewards has been transferred from seller to the buyer. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കമ്പനി റീറ്റെയിൻ ചെയ്യുന്നുണ്ട് all of the risk and rewards of a financial asset, എങ്കിൽ അത് ഡീറെക്കഗ്നൈസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതാണ് മുമ്പേ നമ്മൾ കണ്ടത്. ആ ബോണ്ടിന്റെ കേസ് നമ്മൾ കണ്ടത് എന്താ? ഈവൻ ആഫ്റ്റർ ദ സെയിൽ ദ കമ്പനി സ്റ്റിൽ റീറ്റെയിൻസ് ദ വാല്യൂ, അല്ലെങ്കിൽ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇപ്പോഴും പുള്ളി തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. Then if it has been legally sold to another entity, അത് ലീഗൽ ബേസ് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന എപ്പോഴും എന്താണ്? സബ്സ്റ്റൻസ് ആണ്. We should consider the substance over the legal form. അല്ലെ? അപ്പൊ ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ഡീറെക്കഗ്നൈസ് ചെയ്യത്തില്ല. Then liability എപ്പോഴാണ് ഡീറെക്കഗ്നൈസ് ചെയ്യണ്ടേ? Derecognized when the obligation is discharged, cancelled or expressed. എന്ന് വെച്ചാൽ ഞാൻ പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞു, now you don't need to pay any interest anymore എന്നാണെങ്കിൽ പിന്നെ ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഡീറെക്കഗ്നൈസ് ചെയ്യാം. സോ ഇനി ഡീറെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ ഗെയിൻ ഓർ ലോസ് എവിടെ കാണിക്കുക എന്നുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരിങ് എമൗണ്ട് ആൻഡ് ദ എമൗണ്ട് റിസീവ്ഡ് ഓർ പെയ്ഡ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് നോർമൽ റൂൾ. നമ്മൾ നോർമലി ഒരു അസറ്റ് വിൽക്കുമ്പോൾ ക്യാരിങ് വാല്യൂം സെയിൽ പ്രൊസീഡ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഗെയിൻ ഓർ ലോസ് എവിടെ പോകും? P&L പോകും. പക്ഷെ FET OCIയിലുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ the cumulative gain or loss in OC are not reclassified to P&L. റീക്ലാസിഫിക്കേഷൻ അലൗഡ് ആണോ? അല്ല. അതേപോലെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലോ റീക്ലാസിഫിക്കേഷൻ അലൗഡ് ആണോ? യെസ്, റീക്ലാസിഫിക്കേഷൻ അലൗഡ് ആണ്. The cumulative gain or loss in OC are reclassified to P&L in case of debt instruments. ആ ഒരു റീക്ലാസിഫിക്കേഷൻ എവിടെ അലൗഡ് അല്ല? ഇക്വിറ്റി. ഇതൊക്കെയാണ് ഈ സ്റ്റാൻഡിൽ നമ്മൾ മെയിൻ പോയിന്റ്സ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. Is it clear everyone? ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ പോർഷൻ ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഡെറിവേറ്റീവ് ആണല്ലോ. ഡെറിവേറ്റീവ് ലൈക് ഫ്രം ദ എക്സാം പെർസ്പെക്റ്റീവ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ മക്കളെ? സോ ജസ്റ്റ് ഒരു ഇമ്പയർമെന്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തു പോവാം. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ലൈവ് ക്ലാസ് നമ്മൾ ചെയ്തതാണ്. ഇത് 2020 മാർച്ച് 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ്. അഗെയിൻ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാം, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ മെയിൻലി നമുക്ക് ഇമ്പയർമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇമ്പയർമെന്റ് ഓഫ് ബോൺസ് ഹെഡിങ് ഉണ്ടോ? സോ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എക്സ്പി നമ്പർ 4 ഒന്ന് വായിച്ചേ.
ഇവിടെ ആദ്യം ഒരു സിഗ്നിഫിക്കന്റ് റിസ്ക് ഉണ്ടോ? ഓൺ ദ അക്വസിഷൻ ഇല്ല, റിസ്ക് ലോ അല്ലേ. അപ്പോ ക്രെഡിറ്റ് ഇമ്പയർമെന്റും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മളൊരു 12 months allowance ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യം നമ്മൾ ഇതിന്റെ നോളജ് പാർട്ട് പറയാം. ആസ് പെർ IFRS 9 when it comes to impairment of financial asset, debt instrument കേസിൽ നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്യും? when the risk is lower, ഒരു ലൈഫ് 12 months credit loss allowance ക്രിയേറ്റ് ചെയ്യുക. and the risk increases significantly, then it should replace with the lifetime expected credit loss allowance. അപ്പൊ ആ നോളജ് പാർട്ട് നിങ്ങൾ ആദ്യം പറയാം. അപ്പൊ ഇവിടെ റിസ്ക് ആദ്യം കുറവായതുകൊണ്ട് നമുക്ക് ഒരു 12 months allowance വെച്ചാൽ മതി. എത്രയാണ് 12 months allowance? എത്രയാണ്? 10,000. അപ്പൊ അതിന് എൻട്രി എന്താ? The 10,000 will be charged to P&L as an expense and an allowance will be expense. അല്ലെ? സോ ഇത് കാരണം നമ്മുടെ നെറ്റ് ക്യാരിങ് വാല്യൂവിന് എന്തെങ്കിലും ലൈക്ക് എഫക്റ്റീവ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. എഫക്റ്റീവ് റേറ്റ് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതിൽ തന്നെ ആയിരിക്കും? ആ 10 million തന്നെ ആയിരിക്കും അല്ലെ? 10 million നമ്മൾ അപ്പൊ അല്ലാതെ അത് കുറച്ചിട്ടുള്ള എമൗണ്ടിലാണോ എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? അല്ല, കാരണം ഇത് അലവൻസ് മാത്രമേ ഉള്ളൂ. ദെൻ ഇനി അടുത്ത വർഷത്തിലേക്ക് വരുമ്പോഴോ, for the year ended 31st December 2004 ഓപ്പണിംഗ് വാല്യൂ എന്തായിരിക്കും? 10 million. എഫക്റ്റീവ് എത്ര? എഫക്റ്റീവ് റേറ്റ് എത്ര മക്കളെ? 8%. കൂപ്പണോ? 5%. സോ അതെല്ലാം കുറച്ചിട്ട് നമുക്ക് ക്യാരിങ് വാല്യൂ എത്ര വരും? എത്ര വരും മക്കളെ? ഇപ്പൊ 10 million ആണ് അസറ്റിന്റെ വാല്യൂ. ആ 10 million വാല്യൂന്റെ ഉണ്ടെങ്കിൽ എഫക്റ്റീവ് റേറ്റ് വരും എത്രയാണ്? ദെൻ അതിൽ തന്നെ കൂപ്പൺ റേറ്റ് വരും 5%. ക്ലോസിംഗ് വാല്യൂ എത്ര? അപ്പോ ഇതാണ് ഡിസംബർ 2004 ക്ലോസിംഗ് വാല്യൂ അല്ലെ? അപ്പോ ഓൺ 31st December 2003 നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്? ഒരു 12 months allowance റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. How much it was? 10,000. അതിന് എൻട്രി എന്തായിരുന്നു? ഡെബിറ്റ് എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് എന്താ? അലവൻസ് 10,000. ഇനി ഇവിടെ എത്തിയപ്പോ റിസ്ക് കൂടിയോ നോക്കി? റിസ്ക് കൂടിയോ കുറഞ്ഞോ? ആ ഇയറിൽ എന്താ പറ്റിയേ? സിഗ്നിഫിക്കന്റ്ലി റിസ്ക് കൂടി. റിസ്ക് സിഗ്നിഫിക്കന്റ്ലി കൂടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12 months allowance should replace with a lifetime allowance. അപ്പൊ നമുക്ക് രണ്ട് എക്സ്പെക്ടഡ് ലോസസും അതിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. എന്താ? 462,963. പെർസെന്റേജ് ഓഫ് പ്രോബിലിറ്റി എത്രയാണ്? 3%. അപ്പൊ അതെടുക്കുക. ലൈഫ് ടൈം അലവൻസ് വരും. Since the risk has increased significantly, 960 into എത്ര മക്കളെ? സ്ക്രീൻ കാണില്ല.
ഓക്കെ. ദെൻ വേറെ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, റിമൈനിങ് ലോസ് എത്ര ആയിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തേ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഷോർട്ട് ഫോൾസ് ഈസ് 6858,710. അപ്പൊ നമ്മൾ റിമൈനിങ് ടൈമിലുള്ള എല്ലാ റിസ്കിനെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. 6858,710 into 5%. 6858,710 into 5%. സോ ടോട്ടൽ എത്ര മക്കളെ വരുന്നേ? റൗണ്ട് ഓഫ് ചെയ്യണേ എത്ര വരും? 356,824. അതാണ് നിങ്ങളുടെ ടോട്ടൽ ലൈഫ് ടൈം ക്രെഡിറ്റ് ലോസ്. ഓക്കെ. സോ നൗ അതിന് എൻട്രി വേണ്ടേ? എങ്ങനെ എൻട്രി വരുന്നേ? അഗെയിൻ ഡെബിറ്റ് എക്സ്പെൻസ്. ആ മൊത്തം എമൗണ്ടും വരുമോ? ഇല്ല. കാരണം ഔട്ട് ഓഫ് 356,824 കഴിഞ്ഞ വർഷം നമ്മൾ ഓൾറെഡി എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്? ഒരു 10,000 അലവൻസ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ 10,000 പോയിട്ട് ബാക്കി എമൗണ്ട് എത്ര ഇനി വരുന്നേ? ആ 346,824. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? ബുക്സിലേക്ക് പോകേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? ഇതാണ് ഇമ്പയർമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സാമിന്റെ കിറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് അത്രയും ഇൻഡെപ്ത് ആയിട്ട് ഞാൻ എടുത്തത് അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കുക. അല്ലെങ്കിൽ അത്രോളം ആ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മെയിൻ പാസ് പേപ്പേഴ്സിലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ വീണ്ടും ചെയ്യിപ്പിച്ചത്. The amount shown in SOFP will be always a net amount. SOFP യിൽ ഇപ്പൊ കാണിക്കാൻ പോകുന്ന എമൗണ്ട് എന്തായിരിക്കും? ഈ 10,300 മൈനസ് ടോട്ടൽ അലവൻസ് എത്രയായിരുന്നു? 356,824 അല്ലേ? ഈ നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ will be shown in SOFP. Is it clear, Elsa? The same way മറ്റേ 10,000 അലവൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്തും അത് തന്നെയാണ്. അവിടെ നമ്മുടെ നെറ്റ് എമൗണ്ട് എത്ര ആയിരിക്കും കാണിക്കുന്നത്? 10 million മൈനസ് 10,000. ആ നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുന്നത്. SOFP കാണിക്കുന്നത്. ക്ലിയർ എവരി വൺ? അപ്പൊ നമ്മൾ സെയിം റിസീവബിൾസിലൊക്കെ നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അലവൻസ് കൂടെ കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ടാവുക, ബുക്സിൽ കാണിക്കുന്നുണ്ടാവുക. ഇനീഷ്യലി ക്രെഡിറ്റ് ഇമ്പേർഡ് ആയിട്ടില്ലല്ലോ. അല്ല, ക്രെഡിറ്റ് ഇമ്പേർഡ് ആവുന്നല്ലടാ. ഇനിഷ്യലി ക്രെഡിറ്റ് ഇമ്പേർഡിന്റെ സിറ്റുവേഷൻ അല്ല, നമ്മളിത് അലവൻസിന്റെ കേസാണ് പറയുന്നത്. അപ്പോ ബുക്സിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്ന വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും? അലവൻസ് എല്ലാം കുറയ്ക്കും. നമ്മുടെ ഈ അമോർട്ടൈസ് കോസ്റ്റ് മോഡലിന്റെ കാൽക്കുലേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫുൾ ഗ്രോസ് എമൗണ്ടിൽ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ബുക്സിൽ കാണിക്കുന്ന സമയത്ത്, ബാലൻസ് ഷീറ്റിൽ SOFP കാണിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആ അലവൻസ് എമൗണ്ട് എല്ലാം കുറച്ചിട്ടുള്ള എമൗണ്ട്, നെറ്റ് എമൗണ്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. മനസ്സിലായോ? പക്ഷെ എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ നെറ്റ് എമൗണ്ടിൽ വരുന്ന സിറ്റുവേഷൻ ആണ് ക്രെഡിറ്റ് ഇമ്പേർഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ.
അത് കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഞാൻ തന്നെ നെറ്റ് എമൗണ്ട് സത്യം പറഞ്ഞാൽ 10,000 അലവൻസ് കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ? 9,990,000 ഉള്ളൂ. പക്ഷെ അതിലാണോ ഞാൻ അടുത്ത വർഷം എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തേ? അല്ല, എഫക്റ്റീവ് റേറ്റ് ആയി കാൽക്കുലേറ്റ് ഓൺ 10 million itself. ക്യാരിങ് വാല്യൂ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. മനസ്സിലായോ? പക്ഷെ ബുക്സിൽ എപ്പോഴും കാണിക്കേണ്ട വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? Should be the net amount. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഇൻസ്ട്രുമെന്റ് പാർട്ട് ക്ലിയർ അല്ല എല്ലാവർക്കും? Shall we move to the next standard? അടുത്തൊരു സ്റ്റാൻഡേർഡിലോട്ട് പോയാലോ? ഓക്കെ, റിവിഷനിൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ ലൈക്ക് മൊത്തം അതേപോലെ ആ സച്ച് ക്ലാസ് ഞാൻ എടുക്കാൻ പറ്റത്തില്ല. ബട്ട് എന്നാലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഫുള്ളി കവർ ചെയ്ത് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമുക്ക് റവന്യൂ ഒന്ന് നോക്കാം. സ്റ്റാർട്ട് വിത്ത് റവന്യൂ. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു ഒന്ന് പറയോ കിറ്റില്? ചെയ്തത് മാർച്ച് 2020 ക്വസ്റ്റ്യൻ ആടാ. ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. ഏതാ? മാർച്ച് 2020 ക്വസ്റ്റ്യൻ നമ്പർ. പേര് ഹില്ലാണെന്ന് തോന്നുന്നു. ഹമ്മിങ്സ് ഓക്കെ. ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇതിൽ നോളജ് പാർട്ട് നിങ്ങൾക്ക് ഇത്രയോടെ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം മിനിമം ആണ്. ഞാൻ പറഞ്ഞ മിനിമം ഇത്രയെങ്കിലുമൊക്കെ എഴുതണം. ബാക്കി ലൈക്ക് ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ ചെയ്തോ പ്രശ്നം. ഈ എമൗണ്ട് ഇങ്ങോട്ട് പോകും. ഫൈനൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ എഴുതാൻ പറ്റുന്നത് നെറ്റ് ക്യാരിങ് എമൗണ്ട് വിൽ ബി ഷോൺ ഇൻ SOFP എത്ര എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ ആണോ? സോ നെക്സ്റ്റ് നമുക്ക് റവന്യൂയിലേക്ക് പോകാം. സോ വി നോ ദാറ്റ് റവന്യൂ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. സോ റവന്യൂ കവർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഏതാണ് മക്കളെ?
IFRS 15. IFRS 15. ചെറിയ ബ്രേക്ക് വേണോ? ഒരു 5 minutes ബ്രേക്ക് എടുത്തോ. Okay. നമുക്ക് റവന്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 12:40 ആയിട്ട് വന്നു. 12:40. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. So as per IFRS 15, നമുക്കറിയാം ഏർലിയർ ഈ സ്റ്റാൻഡേർഡ് ഏതായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് വാസ് IAS 18. അപ്പൊ IAS 18 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു റവന്യൂ. അതേപോലെ IAS 11 എന്ന് പറഞ്ഞ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കിടക്കുമായിരുന്നു റവന്യൂ. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കൺഫ്യൂഷൻ ഒക്കെ ഒരു മാറ്റി ഒരു കംപ്ലീറ്റ്ലി റീഡിഫൈൻഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് വരുന്നു, വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് we have with the customers. അപ്പൊ റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ എന്നുള്ള പേരിലാണ് നമുക്ക് പുതിയ സ്റ്റാൻഡേർഡ് വന്നത്, വിച്ച് ഈസ് IFRS 15. അപ്പോ പണ്ടത്തെ പോലെ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ല. സോ ഏർലിയർ ഈവൻ നമ്മുടെ സിലബസിലായിരുന്നെങ്കിലും IAS 18, IAS 11 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഒരു റീഡിഫൈൻഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ആണ് എന്തിൽ വന്നത്? IFRS 15 വന്നത്. So now it brings more clarity on mainly 3 factors, which is the timing, as well as the nature and amount. അപ്പോൾ റവന്യൂവിന്റെ എമൗണ്ട് എത്ര ആണ്, നേച്ചർ ഓഫ് റവന്യൂ, അതേപോലെ റവന്യൂ എപ്പോൾ അക്കൗണ്ട് ചെയ്യണം, ഈ 3 കാര്യത്തിലും ഒരു പ്രോപ്പർ ക്ലാരിറ്റി എവിടെ ഇല്ലായിരുന്നു? നമ്മുടെ ഏർലിയർ സ്റ്റാൻഡേർഡ്സിൽ ഇല്ലായിരുന്നു. അപ്പൊ അതുകൂടെ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ത്രൂ കൊണ്ടുവരാൻ പറ്റി? IFRS 15 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ത്രൂ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. So it brings more clarity on 3 factors, which is the timing of revenue, the nature of that particular revenue, അതിപ്പം ലൈഫ് ടൈം ആണോ ചെയ്യേണ്ടത്, സോ എങ്ങനത്തെ ടൈപ്പ് റവന്യൂ ആണെന്നുള്ള ക്ലാരിറ്റി വന്നു, ആൻഡ് ദ എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ ഇതിൽ 3ലുമാണ് മെയിൻലി ഒരു ക്ലാരിറ്റി വന്നത് when there was a change from IAS 8 or 11 to IFRS 15. ക്ലിയർ ആണല്ലോ? അപ്പൊ IFRS 15 ഈ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് എങ്ങനെ മക്കളെ? How they brings this clarity to the picture? ഈ ക്ലാരിറ്റി മെയിൻലി അവർ കൊണ്ടുവന്ന എങ്ങനെയാണ്? ത്രൂ എ 5-step മോഡൽ. അവര് ഒരു 5-step മോഡൽ കൊണ്ടുവന്നിട്ടാണ് ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത്, അല്ലെ? സോ റവന്യൂ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഒരു 5 സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കസ്റ്റമറുമായിട്ട് അവിടെ ഒരു കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എഴുതുക എന്നുള്ളതല്ല. ഓക്കെ, ജസ്റ്റ് കോൺട്രാക്ട് ചുമ്മാ ഒരു ഡോക്യുമെന്റ് വേണമെന്നല്ല, അതിലും ഇൻഡെപ്ത് ആയിട്ട് കുറെ ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ FR നിന്ന് SBRലോട്ട് എത്തുമ്പോൾ ഈവൻ ആ സ്റ്റെപ്പ് നമ്പർ 1ലും കുറെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. എന്തൊക്കെയാ? ഫോർ എക്സാമ്പിൾ, ഐഡന്റിഫൈ ദ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നോക്കിയേ. സോ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 പാർട്ടീസ് തമ്മിൽ എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആയിരിക്കണം അത്. അത് എങ്ങനെ ആവാം? ഒന്നെങ്കിൽ റിട്ടേൺ ആവാം, അല്ലെങ്കിൽ ഓർലി ആവാം. അവിടെ 2 പേരുടെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. So both parties should approve and committed to perform these obligations. പിന്നെന്താ? 2 പാർട്ടിന്റെയും റൈറ്റ്സും അതേപോലെ റെസ്പോൺസിബിലിറ്റീസും അവിടെ നമുക്ക് കാണാം. ഇപ്പൊ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളിപ്പോ ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണോ പൈസ കൊടുത്തത് ആ സർവീസ് കിട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ റൈറ്റ്സ്, അല്ലെ? അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവിലോ ഫൈനാൻസിന്റെ പെർസ്പെക്റ്റീവിലോ അപ്പൊ എന്തായിരിക്കും റൈറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ സർവീസ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് റിയലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ എനിക്ക് കിട്ടണം എന്നുള്ളതായിരിക്കും ഒരു സപ്ലയറിന്റെ റൈറ്റ്. ദെൻ ആ പേയ്മെന്റ് ടേംസ് എന്താണോ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് nowadays there are different mode of payments.
അല്ലെ? അത് ചിലപ്പോൾ ക്യാഷ് ആവാം, ക്രെഡിറ്റ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവാം, EMI ആവാം. So that payment term should be clearly defined in that contract. Then the contract should have a commercial substance. കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ചില കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ സെയിൽസ് ഗ്രോസപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യും, സം എക്സ്ചേഞ്ച് ഓഫ് അസറ്റ്സ് ആണ്. വിത്തൗട്ട് ക്യാഷ് എന്നവരെന്ത് ചെയ്യും, ഒരു കമ്പനി മറ്റേ കമ്പനിക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കും, ആ സെയിം വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് മറ്റേ കമ്പനി ഓപ്പോസിറ്റ് കമ്പനിക്ക് വിൽക്കുന്നു. സോ ദിസ് മെയിൻലി ഹാപ്പൻസ്. എന്തിനാ, ഇയർ എൻഡ് ആകുമ്പോൾ സെയിൽസ് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ അവിടെ ഒന്നും ഒരു എന്ത് വരുന്നില്ല, ഒരു കൊമേഴ്ഷ്യൽ രീതിയിലല്ല ട്രാൻസാക്ഷൻ നടക്കുന്നത്. അവർ ചുമ്മാ സെയിൽസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്ററലി ദർ ഇസ് എ എക്സ്ചേഞ്ച് ഓഫ് അസറ്റ്സ് ഹാപ്പനിങ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഈ ലാസ്റ്റ് പോയിന്റ് ആണ്, നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് വിത്തിൻ ദ സെയിം ബിസിനസ് ടു ഫെസിലിറ്റേറ്റ് സെയിൽസ്. മനസ്സിലായോ? എന്നുവെച്ചാൽ നോൺ മോണിറ്ററി ടേംസിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യും വിത്തിൻ ദ സെയിം ബിസിനസ്. എന്തിനു വേണ്ടിയിട്ടാ? സെയിൽസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ. അതൊന്നും ഏതിനകത്തിൽ വരൂല, IFRS വരത്തില്ല. ഇറ്റ്സ് ആൻ എക്സംഷൻ. അപ്പൊ ഈ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഫുള്ള് കോൺട്രാക്ട്സ് ആണ്. ആ കോൺട്രാക്ട്സ് ഒക്കെ ഇവിടെ വരുമോ? ഇല്ല. ലീസിന്റെ കോൺട്രാക്റ്റോ ഇൻഷുറൻസ് കോൺട്രാക്റ്റോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സോ അങ്ങനത്തെ കോൺട്രാക്ട്സ് ഒന്നും ഇവിടെ വരത്തില്ല. IFRS 15 അല്ല വരുന്നത്. As well as contracts where there is a non-monetary exchange between entities to facilitate the sales. അതെല്ലാം എന്തിൽ നിന്ന് എക്സംഷൻ ആണ്? നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 ഐഡന്റിഫൈ ദ കോൺട്രാക്റ്റിൽ നിന്ന് എക്സംഷൻ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി it should be probable that entity will collect the consideration. എൻറ്റിറ്റിക്ക് ആ കൺസിഡറേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരിക്കും. That is, we should assess the ability as well as intention to pay. കസ്റ്റമറിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇഫ് യു ഹാവ് എനി കൺസേൺസ് റിഗാർഡിംഗ് ഈ പേയ്മെന്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലെ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 ഐഡന്റിഫൈ ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞു വിടാതെ ഓരോ ഈ കീ പോയിന്റ്സ് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ആ കീ വേർഡ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഐ നോ ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ദ ഹോൾ സ്റ്റാൻഡേർഡ്, പക്ഷെ ആ കീ ടേംസ് ഓർത്തിരിക്കുക. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം, എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രോബബിൾ ആയിരിക്കണം, പിന്നെന്താ, ബോത്ത് പാർട്ടി ഷുഡ് അപ്രൂവ് ആസ് വെൽ ആസ് കമ്മിറ്റഡ് ടു പെർഫോം ദിസ് ഒബ്ലിഗേഷൻസ്. ഓക്കെ ആണല്ലോ? ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നീ എന്തൊക്കെയാണ് ഇനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2. അതില് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ് പെർ ദ കോൺട്രാക്ട് ഈച്ച് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്. ഓരോന്നും എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു കാറും സർവീസും കൊടുക്കുന്നു, അപ്പൊ കാർ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ, സർവീസ് ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഓൺ ദ അതർ ഹാൻഡ്, നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റൽ പണിഞ്ഞു കൊടുക്കാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂള് പണിഞ്ഞു കൊടുക്കാന്ന് പറയുന്നു. അപ്പോൾ കോൺട്രാക്ടിനകത്ത് നിങ്ങൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് എന്താ, യു വിൽ മേക്ക് എ സ്കൂൾ ഓർ യു വിൽ കൺസ്ട്രക്ട് എ ഹോസ്പിറ്റൽ. അപ്പൊ അതിനകത്ത് കുറെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കാണും. ബിൽഡിംഗ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഇന്റീരിയർ എല്ലാം സെറ്റ് ചെയ്യണം, എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം, ഇലക്ട്രിക്കൽ വർക്ക് കാണും, ഫ്ലോറിംഗ് കാണും, പെയിന്റിങ് കാണും. ഇതെല്ലാം കംസ് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ അല്ലെ? അല്ലാതെ ഹോസ്പിറ്റലിൽ ഒരു കാര്യം, പെയിന്റിങ് ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ, ഫ്ലോറിംഗ് ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ, അങ്ങനെയാണോ? അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് നോക്കുക, നമ്മുടെ കോൺട്രാക്ട് എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് കംപ്ലീറ്റ്ലി വായിച്ചു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിസ്റ്റം വാങ്ങുവാണ്, അപ്പൊ സിസ്റ്റം വാങ്ങുമ്പോൾ ബൈ ഡീഫോൾട്ട് ഞാനിപ്പോ ഈ മാക്ബുക്ക് വാങ്ങുമ്പോൾ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇംപ്ലൈഡ് ആണ്. ഞാൻ സോഫ്റ്റ്വെയറിനെ സെപ്പറേറ്റ് ആയിട്ടാണോ അപ്പൊ ട്രീറ്റ് ചെയ്യുന്നത്? അല്ല. അവര് ബുക്സിൽ മാക്ബുക്ക് ഒരെണ്ണം സെല്ല് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അല്ല, മാക്ബുക്ക് ഒരെണ്ണം സെല്ല് ചെയ്തു കൂടെ സോഫ്റ്റ്വെയർ സെല്ല് ചെയ്തതാണോ? അല്ല. പക്ഷെ മാക്കിന്റെ ഇത് വെച്ചിട്ട് ഇപ്പം ഇതും ചാർജറും, ഇപ്പൊ ചാർജർ ഇതിന്റെ കൂടെ തരണമെന്നില്ല, നമ്മളിപ്പോ സെപ്പറേറ്റ്ലി വാങ്ങുക അല്ലെ? ബിക്കോസ് അവരുടെ എൻവയോൺമെന്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ചാർജർ നിങ്ങൾ സെപ്പറേറ്റ്ലി വാങ്ങുന്നതാണ്. അപ്പൊ ഫോണും ഒരു പ്രൊഡക്റ്റ് ആണ്, ചാർജറും ഒരു പ്രൊഡക്റ്റ് ആണ്. അല്ല ഫ്രീ ആയിട്ട് തരുന്നതാണോ അവരിത്?
അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആ കോൺട്രാക്റ്റിൽ എന്ത് എഴുതിയേക്കുന്നു വായിക്കാം. മനസ്സിലായോ? അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ. ഇൻ ദ സെയിം വേ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിമിലർ ടൈപ്പ് ഓഫ് സർവീസ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ അവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, എന്താ ഈ ക്ലീനിങ് സർവീസും കാര്യങ്ങളൊക്കെ, അത് പിന്നെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും നിങ്ങൾ ചെയ്യുന്നത് ഒരേ ഇത് തന്നെ ആയിരിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ എലയൻസ് ഹാവ് 4 ഡിഫറെന്റ് ബിൽഡിംഗ്സ് ഹിയർ. എല്ലായിടത്തും ക്ലീനിങ് ചെയ്യുന്നത് ഒരേ ടീം തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ കമ്പനി തന്നെയാണ്, എങ്കിൽ അതിന് അവർ ഒരു ബില്ലേ തരത്തുള്ളൂ, അല്ലെ? കാരണം ഓവറോൾ അവർ തരുന്ന ചെയ്യുന്ന മോഡ് ഓഫ് സർവീസ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പാറ്റേൺ എന്താണ്, സിമിലർ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഡിസ്റ്റിങ്ക്ട് ആക്കുന്നതിന് പകരം വി ക്യാൻ കൺഫേം ഇറ്റ് ഇൻ ടു എ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. മനസ്സിലായോ? ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഓരോ ഇൻഡിവിജ്വലി ആണോ നമ്മൾ ഓരോരുത്തർക്കും ആണോ ബില്ല് അടിക്കുന്നത്? അല്ല. ഓരോ ക്ലീനറിനും ഓരോ ബില്ലാണോ? അല്ല. കമ്പൈൻ ചെയ്തിട്ട് ക്ലീനിങ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ബില്ലായിരിക്കും അവർ തരുന്നത്. ബിക്കോസ് അവിടെ എന്താ, പാറ്റേൺ ഓഫ് ട്രാൻസ്ഫർ സിമിലർ ആണ്. ഓക്കെ. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ. അത് നിങ്ങൾക്ക് കാണാൻ പഠിച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ സനാരിയോ വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് 3 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് തോന്നാം, ചിലർക്ക് 2 എണ്ണം ഉണ്ടെന്ന് തോന്നാം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിവാർഡ്സ്. ബട്ട് ഏതർ ഇറ്റ് ഈസ് 2 or 3, ഈ നോളജ് പാർട്ട് സെയിം ആണല്ലോ, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, അതിന് എന്തായാലും ഒരു മാർക്സ് കിട്ടും. ഇപ്പൊ പെർഫോമൻസ് ഒബ്ലിഗേഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്താണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ, അത് ഡിസ്റ്റിങ്ക്ട് ആവാം, അല്ലെങ്കിൽ സിമിലർ പാറ്റേൺ ഓഫ് സർവീസ് ആണെങ്കിൽ വി ക്യാൻ കമ്പൈൻ ഇറ്റ് ടു എ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഒക്കെ പറഞ്ഞാൽ നോളജ് എന്താക്കാം, നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കാം ആൻസറിനകത്ത്. കൺക്ലൂഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ല, ഇവൻ നിങ്ങളുടെ റിവിഷൻ ഗില്ലിൽ ചില ക്വസ്റ്റ്യൻസിനകത്ത് ആൻസേഴ്സിനകത്ത് പറയുന്നുണ്ട്, ചിലർ ഇത് 2 എണ്ണം വെക്കാം, 3 എണ്ണം വെക്കാം. അപ്പോൾ 2 ആണെങ്കിലും 3 ആണെങ്കിലും അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഷുഡ് ബി ഡിസ്റ്റിങ്. ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിവിജ്വലി അതിനെ വിറ്റിട്ട് ഒരു പ്രൈസ് നമുക്ക് അതിൽ നിന്ന് കിട്ടണം. ഓക്കെ ആണോ? ഫൈൻ. സോ ദിസ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ക്യാൻ ബി എക്സ്പ്ലിസിറ്റ്ലി റിട്ടൺ ഇൻ ദ കോൺട്രാക്ട്. ഒന്നെങ്കിൽ കോൺട്രാക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഡ്യൂ ടു അവർ പാസ്റ്റ് പ്രാക്ടീസസ് ദേ എക്സ്പെക്ട് us ടു പെർഫോം ഇറ്റ്. ഇപ്പൊ എനിക്കിപ്പോ ഒരു വാച്ച് കട ഉണ്ട്. അപ്പൊ പണ്ട് എന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ടുള്ള വാച്ച് കടയാണ്. അവിടെ എപ്പം വാച്ച് കൊടുത്താലും റിപ്പയർ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് റിട്ടൺ എനിവെയർ. ആഫ്റ്റർ സെയിൽ സർവീസ് ഫ്രീ ആണെന്ന് എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ പണ്ട് തൊട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞാലും ഞാൻ അത് എന്ത് ചെയ്യേണ്ടി വരുന്നു, എനിക്ക് ഇവിടെ ചെയ്തു കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് പോളിസീസ്, if the customer expect us to do it, then അതും എന്താവാം, ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആവാം. മനസ്സിലായോ? അപ്പൊ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിട്ടേൺ ആവണമെന്നുണ്ടോ? ഇല്ല. Then ഇനി ഫൈനലി, if there is no transfer to customer, കസ്റ്റമറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണോ? അല്ല. അപ്പൊ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് അഡ്മിൻ ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങും ഫ്ലാറ്റും ഒക്കെ പണിയുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഹട്ടൊക്കെ പണിയുന്നുണ്ടായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് അതെന്തിനു വേണ്ടിയിട്ടാ, ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനമായിരിക്കും, അല്ലാതെ കസ്റ്റമറിനെ ട്രാൻസ്ഫർ ചെയ്യാനാണോ? അല്ല. അപ്പൊ അതൊരിക്കലും എന്തിൽ വരത്തില്ല, നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ അത് വരത്തില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫർ ടു കസ്റ്റമർ. ഓക്കെ. പക്ഷെ കസ്റ്റമർ ഇപ്പൊ പറയാം, നിങ്ങൾ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ അഡീഷണലി പുള്ളിക്കാണ് റിക്വയർമെന്റ് പറഞ്ഞു, നിങ്ങൾ ഒരു കിണറൂടെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വേസ്റ്റേജിന്റെ സാധനം നിങ്ങൾ സെപ്പറേറ്റ്ലി ചെയ്ത് കൊടുക്കണം, അങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അത് നമുക്ക് എന്താക്കാം, ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആക്കാം. കാരണം അത് ഞാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ, ഇറ്റ് ഈസ് ടു ട്രാൻസ്ഫർ ടു ദ കസ്റ്റമർ. മനസ്സിലായോ? അല്ല ജസ്റ്റ് ഒരു അഡ്മിനിലേക്കോ അല്ലെങ്കിൽ സെറ്റപ്പിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി സോൾഡ് ടു ദ കസ്റ്റമർ. അത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണോ? അല്ല. അപ്പൊ ഇതില് സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനേക്കാളും നല്ലത് 5 സ്റ്റെപ്പ് ഇൻ ഡീറ്റെയിൽ പഠിച്ചാൽ തന്നെ പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 2 സ്റ്റെപ്സ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇത് രണ്ടും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ?
ഓക്കെ, നെക്സ്റ്റ് എന്താ? അപ്പോ നമ്മൾ കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്തു, പിന്നെ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞ ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്താ മക്കളെ? ഡിറ്റർമൈൻ ട്രാൻസാക്ഷൻ പ്രൈസ്. ട്രാൻസാക്ഷൻ പ്രൈസ്. ആ ട്രാൻസാക്ഷൻ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ട്രാൻസാക്ഷൻ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു കൺസിഡർ സർട്ടൻ ഫാക്ടേഴ്സ്. പല അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് അതിൽ വരാം. എന്തൊക്കെ വരാം? ഇറ്റ് മേ ഇൻക്ലൂഡ് വേരിയബിൾ കൺസിഡറേഷൻ. വേരിയബിൾ കൺസിഡറേഷൻ വരുന്ന സിറ്റുവേഷൻ വരാം. പിന്നെന്താ? നോൺ ക്യാഷ് കൺസിഡറേഷന്റെ സിറ്റുവേഷൻസ് വരാം. പിന്നെ കൺസിഡറേഷൻ പേയബിൾ ടു കസ്റ്റമർ, ഇതൊരു സിറ്റുവേഷൻ ആണ്. Then സിഗ്നിഫിക്കന്റ് ഫൈനാൻസ് കമ്പണന്റ്, അതൊരു ഫാക്ടറാണ് അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ എന്തിനെ അഫക്ട് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ? സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയബിൾ കൺസിഡറേഷൻ, നോൺ ക്യാഷ് കൺസിഡറേഷൻ പേയബിൾ ടു കസ്റ്റമർ, ഫൈനാൻസിങ് കമ്പനി. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ട്രീറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. വേരിയബിൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഷുവർ അല്ല ഇത്രയും റവന്യൂ കിട്ടുമോ എന്നുള്ളത്. ലെറ്റ്സ് സേ നമ്മളൊരു 100 ഗുഡ്സ് സോൾഡ് ചെയ്തു, പക്ഷെ നമ്മൾ സെയിൽ ചെയ്തത് റിട്ടേൺ ചെയ്യാന്നുള്ള ബേസിലാണ്. അപ്പൊ നമ്മൾ ഇ കൊമേഴ്സിൽ നമ്മൾ ചെയ്യുന്ന നോർമലി എല്ലാ സെയിൽസും 10 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് വേണമെങ്കിൽ റിട്ടേൺ അടിക്കാം. അപ്പൊ ആ ഒരു ബേസിലാണ് ഞാൻ സെല് ചെയ്യുന്നത് വെച്ചോ. അപ്പോൾ ഈ 100 ഗുഡ്സ് സെല് ചെയ്തത് റിട്ടേൺ ബേസിസിലാണ്. കാരണം കസ്റ്റമറിന് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. അപ്പോ ഡ്യൂ ടു മൈ പാസ്റ്റ് പ്രാക്ടീസ് എനിക്കറിയാം ഔട്ട് ഓഫ് 100 ഗുഡ്സ് സോൾഡ് 80 മോസ്റ്റ് ലൈക്ലി എന്ത് വരില്ല? വിൽ നോട്ട് കം ബാക്ക്. 80 ഗുഡ്സ് എന്ത് വരത്തില്ല? തിരിച്ചു വരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ഹൗ വിൽ യു റെക്കഗ്നൈസ് റവന്യൂ ഹിയർ? അപ്പൊ നിങ്ങൾ 100 എണ്ണം വിറ്റു, 80 എന്തായാലും തിരിച്ചു വരത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ബാക്കി 20യോ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എത്ര ആയിരിക്കണം? We should only recognize revenue for 80 goods sold. കാരണം ബാക്കി എന്താണ്? അൺസർട്ടൺ ആണ്, അല്ലെങ്കിൽ വേരിയബിൾ ആണ് അല്ലെ? അങ്ങനെ അൺസർട്ടൺ ആണ്, വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുള്ളതിന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ വേരിയബിൾ കൺസിഡറേഷന്റെ സിറ്റുവേഷൻസ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നോൺ ക്യാഷ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാലോ, ദ കസ്റ്റമർ മേ ഗീവ് ഷെയർസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. അവിടെ എന്താ? കസ്റ്റമർ നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും? അപ്പൊ കസ്റ്റമറിന് ഇപ്പം നമ്മുടെ ഷെയർസ് ആയിട്ടായിരിക്കും തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? പകരം ക്യാഷിന് വേണ്ടിയിട്ട് എന്ത് തരും? ഷെയർ തരുവാന്ന് വെച്ചോ. സോ ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? പർച്ചേസ് ആയിട്ട് കാണിക്കണ്ടേ? യെസ്. അപ്പോ നമുക്ക് ഡെബിറ്റ് ക്യാഷ് അല്ല വരുന്നത്. ഡെബിറ്റ് എന്താണ്? ഷെയർസ് ആണ്. അപ്പൊ നമ്മൾ ഡെബിറ്റ് ഫെയർ വാല്യൂ ഓഫ് ഷെയർസ് എത്രയാന്ന് നോക്കുക. നമുക്ക് കിട്ടിയ ഷെയറിന്റെ ഫെയർ വാല്യൂ എന്താന്ന് നോക്കുക. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. റവന്യൂ വിൽ ബി റെക്കഗ്നൈസ് ആസ് പെർ ദ ഫെയർ വാല്യൂ ഓഫ് ദാറ്റ് നോൺ ക്യാഷ് കൺസിഡറേഷൻ. ഇപ്പൊ നമ്മൾ IFRS നയം പഠിച്ചില്ലേ? അപ്പൊ അതില് ആ ഫെയർ വാല്യൂ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ആ കിട്ടിയ ഷെയർസിന് നമുക്ക് ഒന്നെങ്കിൽ FET OCA മോഡൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, ഷെയർ അല്ലേ കിട്ടിയേ. ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം? FET OCA കൊടുക്കാം, അല്ലെങ്കിൽ FET PL കൊടുക്കാം.
അപ്പൊ അത് മെൻഷൻ ചെയ്ത് പറയാം, കാരണം നമുക്ക് അതിന് ഇൻഫർമേഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ വിച്ച് എവർ ദ മോഡൽ വി ഹാവ് ടു ചൂസ്, അത് ചൂസ് ചെയ്യാൻ പറയാം. സപ്പോസ് the fair value of non-cash consideration is not measurable. അപ്പോഴോ ആ നോൺ ക്യാഷ് കൺസിഡറേഷന്റെ ഫെയർ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കിട്ടിയ ഷെയർ ആണെന്ന് പറഞ്ഞു, ഷെയറിന്റെ ഫെയർ വാല്യൂ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? വിൽ ടേക്ക് ദ ഫെയർ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ട്രാൻസ്ഫർ. നമ്മളന്ന് വിറ്റ ഗുഡ്സോ സർവീസോ കാണുമല്ലോ. അപ്പൊ നിങ്ങളുടെ എനിക്ക് ക്യാഷ് തന്നില്ല, പകരം എന്താ തന്നെ ഷെയർ തന്നെ. പക്ഷെ എനിക്ക് ആ ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ഫെയർ വാല്യൂ ഓഫ് ദാറ്റ് ഷെയർസ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ വിറ്റ ഗുഡ്സോ സർവീസോ കാണുമല്ലോ. നമ്മളവിടെ വിൽക്കുന്ന ഗുഡ്സോ സർവീസോ കാണും. ആ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ ഫെയർ വാല്യൂ അല്ലെങ്കിൽ അന്നത്തെ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ആ സെല്ലിംഗ് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യാം? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇഫ് ദേ ഗിവ് ഷെയർസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്, അപ്പൊ നോൺ ക്യാഷ് കൺസിഡറേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടിയ നോൺ ക്യാഷ് കൺസിഡറേഷന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുക. ഇഫ് ദ ഫെയർ വാല്യൂ ഓഫ് ദ നോൺ ക്യാഷ് കൺസിഡറേഷൻ ഈസ് നോട്ട് ഡിറ്റർമൈനബിൾ, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഓൺ ദാറ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് എന്താന്ന് നോക്കുക. ആ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റവന്യൂടെ മെഷർ ചെയ്യാൻ. ഇതൊക്കെയാണോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ 2 പോയിന്റ്സ് നോക്കി. എന്തൊക്കെയാണ്? വേരിയബിൾ കൺസിഡറേഷനും അതേപോലെ തന്നെ നോൺ ക്യാഷ് കൺസിഡറേഷൻ. ഇനി നെക്സ്റ്റ് എന്താ? കൺസിഡറേഷൻ പേയബിൾ ടു കസ്റ്റമർ. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പെനാൽറ്റി ഇല്ലേ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാമെന്ന പെനാൽറ്റിയാണ്. ലെറ്റ്സ് സേ നിങ്ങൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നു, പക്ഷെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. സോ പെനാൽറ്റി നമുക്ക് പേയബിൾ ആണ് ടു കസ്റ്റമർ ഫോർ ദ ഡിലേ ഇൻ അവർ വർക്ക്. നമ്മൾ വർക്കിൽ വരുത്തിയ ഡിലേ കാരണോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എറേഴ്സ് വരുത്തിയ ചിലപ്പോൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് കൂടുതലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റേജ് വരാം. ഓക്കെ, സോ ആ പെനാൽറ്റി പേ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ആ പെനാൽറ്റി പേ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണ്ടേ? ഡിഡക്ട് ഇറ്റ് ഫ്രം ദ ട്രാൻസാക്ഷൻ പ്രൈസ്. നമ്മളത് എക്സ്പെൻസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? വി വിൽ ഡിഡക്ട് ഇറ്റ് ഫ്രം ദ ട്രാൻസാക്ഷൻ പ്രൈസ്. ട്രാൻസാക്ഷൻ പ്രൈസിൽ നിന്ന് നമ്മളിത് കുറയ്ക്കുക. അതാണ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് പെനാൽറ്റിയുടെ കേസ്. ഇൻ ദ സെയിം വേ ഇത് വേറെ രീതിയിൽ വരാം. ഈ ഒരു സിറ്റുവേഷൻ ദാറ്റ് ഈസ്, നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണമായിരുന്നു. ഒരു സൈറ്റ് പ്രിപ്പറേഷൻ വല്ലതും നടത്തണമെന്ന് വെച്ചാൽ, അപ്പൊ അതിന്റെ കോസ്റ്റ് ഞാനാ ബെയർ ചെയ്യുന്നത്. ഓക്കെ, അലയൻസ് ഇസ് ബെയറിങ് ഇറ്റ്. നിങ്ങൾക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു VR ലേണിംഗ് സാധനം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ സെറ്റപ്പ് കോസ്റ്റ് അലയൻസിന്റെ സൈഡിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ അത് ഉണ്ടെങ്കിൽ എന്റെ പ്രൊഡക്ഷൻ ഇനി അതുവഴി വിൽക്കാൻ പറ്റുമെന്ന് വെച്ചോളൂ. അപ്പൊ ആ സെറ്റപ്പ് കോസ്റ്റ് ഉണ്ടല്ലോ, വിച്ച് ഇസ് ബേൺ ബൈ ദ സപ്ലയർ, അതെന്ത് ചെയ്യാം? ട്രാൻസാക്ഷൻ പ്രൈസിൽ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 2 സിറ്റുവേഷൻ വരാം ഈ കൺസിഡറേഷൻ പേയബിൾ ടു കസ്റ്റമറിന്. ചില എക്സാമ്പിൾസ് പെനാൽറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ചിലത് എന്താ? നമ്മുടെ സെറ്റപ്പ് കോസ്റ്റ് വരാം. ഓക്കെ, ആ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ വിൽക്കാനാവുന്ന ഒരു സെറ്റപ്പ് കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? വി ഷുഡ് ഡിഡക്ട് ഇറ്റ് ഫ്രം ദ ട്രാൻസാക്ഷൻ പ്രൈസ്. ഓക്കെ ആണോ? സോ 3 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു: വേരിയബിൾ കൺസിഡറേഷൻ, നോൺ ക്യാഷ് കൺസിഡറേഷൻ ആൻഡ് കൺസിഡറേഷൻ പേയബിൾ ടു കസ്റ്റമർ.
അപ്പൊ കൺസിഡറേഷൻ പേബിൾ ടു കസ്റ്റമർ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. So it can be either a penalty or setup cost. And last and final one, it is a financing component. And the financing component എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the cash payment date is deferred from the transaction date. നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റും നിങ്ങൾ ക്യാഷ് കൊടുക്കുന്ന ഡേറ്റും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഇഫ് ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഞാൻ ഈ വർഷം സെല്ല് ചെയ്തു, പക്ഷെ അതിന്റെ പ്രൈസ് എനിക്ക് 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞോ ആണ് എന്റെ കയ്യിൽ വരുന്നതെന്ന് വെച്ചു. സോ അവിടെ അത്രത്തോളം വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. സോ വി കനോട്ട് റെക്കഗ്നൈസ് ദ ഫുൾ എമൗണ്ട് ആസ് യുവർ റിസീവബിൾ. അപ്പൊ നമ്മൾ റിസീവബിൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം? ആ ഫ്യൂച്ചർ പേയ്മെന്റ് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ റെസീപ്റ്റ് എന്താണോ ആ ഫ്യൂച്ചർ റെസീപ്റ്റിന് എന്ത് ചെയ്യാ? പ്രസന്റ് വാല്യൂ എടുക്കുക. ആ ഫ്യൂച്ചർ റെസീപ്റ്റിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി വിൽ നോട്ട് റെക്കഗ്നൈസ് ദ ഹോൾ എമൗണ്ട് ആസ് റവന്യൂ. ഓക്കെ ആണോ? സോ മേ ബി ഒരു 8% ഒക്കെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റിലായിരിക്കും നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനൊരു ഫൈനാൻസിങ് കമ്പണന്റ് എന്നുള്ള സാധനം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 4 സിറ്റുവേഷൻ ക്ലിയർ ആണോ മക്കളെ? അവിടെ ഡിസ്കൗണ്ട് അൺവൈൻഡ് ഇരിക്കുമല്ലോ. എന്താണോ? ഡിസ്കൗണ്ട് അൺവൈൻഡ് ചെയ്യണ ഇരിക്കല്ലോ അവിടെ. അതെ അതെ. So how to determine the transaction price? അത് ക്ലിയർ ആണല്ലോ. സോ ഇനി ട്രാൻസാക്ഷൻ പ്രൈസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താപ്പോ? ആ കിട്ടിയ ട്രാൻസാക്ഷൻ പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യണം? We should allocate to the transaction price will be allocated to separate performance obligation. ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അലക്കേറ്റ് ചെയ്യുക. എന്തിന്റെ ബേസിൽ? ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ്. ലെറ്റ്സ് സേ ഒരു കാർ ഉണ്ട്, കാറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8 lakh ആണ്. And we are giving service at 100,000. Okay, per annum. Okay, അപ്പോ നമ്മളൊരു കോംബോ പാക്കേജ് പോലെ കാർ ആൻഡ് 2 years സർവീസ് ചെയ്യാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചോ? 2 years സർവീസ് ചെയ്യാൻ എന്താക്കി കൊടുത്തു? ഫ്രീ ആക്കി കൊടുത്തു. ഇതിനെല്ലാം കൂടെ എനിക്ക് എത്ര ഞാൻ ചാർജ് ചെയ്യുന്നുള്ളൂ? എന്റെ ട്രാൻസാക്ഷൻ പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഞാൻ വെച്ചേക്കുന്നത്? 7,999. ഈ ഒരു എമൗണ്ട് അല്ലേ നമ്മൾ നോർമലി കാണുന്നതല്ല. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ പ്രൈസ്. അപ്പൊ ഇവരിവിടെ പറയുന്നത് കാറും 2 years സർവീസ് ഫ്രീ ആണെന്നാ പറഞ്ഞത്. സോ ഹൗ വിൽ ഐ റെക്കഗ്നൈസ് റവന്യൂ? ഞാൻ എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നേ? ക്യാൻ ഐ സേ ദാറ്റ് കാറിന്റെ റവന്യൂ ഇതും സർവീസിന്റെ റവന്യൂ 0 ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ക്യാൻ ഐ സേ ദാറ്റ് കാർ റവന്യൂ ഈസ് 7,999,000? 7 lakh അല്ലെങ്കിൽ നിയർലി 8 lakh എന്താ? കാറിനും സർവീസിനും കൂടെ ഉള്ളതാണ്. സോ ഐ ഷുഡ് സ്പ്ലിറ്റ് ഇറ്റ്. ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഞാൻ എങ്ങനെയായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്?
റവന്യൂ എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത് ഇവിടെ? ആ 8 ലാക്ക് കാറിലേക്ക് എത്ര പോകും? കാറിന്റെ ഇൻഡിവിജ്വൽ പ്രൈസ് എത്ര നോക്കുക. കാറിന്റെ ഇൻഡിവിജ്വൽ പ്രൈസ് എത്രയാണ്? 8 ലാക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡ് ലോൺ പ്രൈസ് എത്ര വരുന്നേ? ആ 8 ലാക്ക് പ്ലസ് 100,000 പെർ ആനം ആയിരുന്നു. നമ്മൾ എത്ര വർഷത്തെ സർവീസാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? 2 years. അപ്പൊ ടോട്ടൽ എത്ര? 8 ലാക്ക് പ്ലസ് സർവീസിന്റെ 1 ലാക്ക് 1 ലാക്ക്, അപ്പൊ മൊത്തം 10 ലക്ഷം അല്ലേ? Is it clear everyone? അപ്പോ ആ 7 ലാക്കില് എത്ര മാത്രമേ ഇതാവുന്നുള്ളൂ? കാറിലേക്ക് പോകുന്നുള്ളൂ? ഒരു 6,40,000 നിയർലി ആ ഒരു എമൗണ്ട് എന്തിലോട്ട് പോകത്തുള്ളൂ? കാറിലേക്ക് പോകത്തുള്ളൂ. ബാക്കി ഡിഫറൻസ് എമൗണ്ടോ? ആ 7,99,999 മൈനസ് ഡിഫറൻസ് എമൗണ്ട്. സോറി, ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ട് പോകും? സസിലേക്ക് പോവും ഓവർ 2 years. അപ്പൊ ആ സ്റ്റെപ്പ് നമ്പർ 4 മനസ്സിലായോ എങ്ങനെ സ്പ്ലിറ്റ് അപ്പ് വരുന്നെന്നുള്ളത്? ആ റവന്യൂനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ അലക്കേഷൻ ക്ലിയർ ആണല്ലോ? ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡ് ലോൺ പ്രൈസ്. സോ വൺസ് ദ അലക്കേഷൻ ഇസ് ഡൺ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? സ്റ്റെപ്പ് നമ്പർ 5 റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അല്ലെ? അപ്പൊ റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാറിന്റെ റവന്യൂ നമ്മൾ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും? ആ കാർ വിൽക്കുന്ന സ്പോട്ടിൽ തന്നെ എനിക്ക് കാറിന്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം അല്ലെ? സോ ഫോർ കാർ ഐ വിൽ റെക്കഗ്നൈസ് റവന്യൂ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. ബട്ട് വാട്ട് അബൌട്ട് സർവീസ്? വാട്ട് അബൌട്ട് സർവീസ്? സർവീസ് എന്ന് പറയുന്നത് 2 years ഉണ്ട് അല്ലെ? സർവീസിന്റെ കേസിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. ഹിയർ വാട്ട് ഇസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം? 2 years. അപ്പോ സർവീസിന്റെ കേസിൽ ഞാൻ റവന്യൂ റെക്കഗ്നൈസ് എങ്ങനെയാ? ഇപ്പൊ ഇയർ 1 ഞാൻ നോക്കുവാണെങ്കിൽ കാറിന്റെ റവന്യൂ ഫുള്ള് വരും. എത്ര? സർവീസിന്റെ എത്ര റവന്യൂ ഞാൻ വെക്കത്തുള്ളൂ? എമൗണ്ട് ഡിവൈഡ് ബൈ 2. മനസ്സിലായോ? ഇപ്പൊ ഇയർ 1ന്റെ എന്റെ ടോട്ടൽ റവന്യൂ എത്ര ആയിരിക്കും? ഇത്രയും വരും. ഇനി ഇയർ 2ലോട്ടോ സർവീസിന് റവന്യൂ ആണ്. Is it clear everyone? Okay. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ അലക്കേഷൻ നടക്കുന്ന സ്റ്റേജ് ആണ് സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 5 ഈസ് റെക്കഗ്നേഷൻ ഓഫ് റവന്യൂ. 5 സ്റ്റെപ്പ് മോഡൽ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആ റവന്യൂവിന്റെ 5 സ്റ്റെപ്പ് മോഡൽ ക്ലിയർ അല്ലേ? ഇതിലെ 5 സ്റ്റെപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. സ്റ്റെപ്പ് നമ്പർ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഓക്കെ, അപ്പൊ 5ഉം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. അപ്പൊ ഈ 5 എണ്ണം ക്ലിയർ ആണോ എല്ലാവർക്കും? 5 സ്റ്റെപ്സ് ക്ലിയർ ആണോ? സർവീസിന്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത് ആ, അത് ഫസ്റ്റ് ഇയറിൽ ഒരു എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോ സെക്കൻഡ് ഇയറിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ളത് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഇയറിൽ എന്താ ട്രീറ്റ് ചെയ്യാം? ഡിഫേർഡ് ആയിട്ട് വെക്കും. എങ്ങനെ ഡിഫേർഡ് ആയിട്ട് വെക്കും? ഡിഫേർഡ് ഇൻകം എന്ന് പറഞ്ഞാൽ കാണിക്കും. ഓക്കെ. ഓക്കെ ആണോ? Is it clear everyone? ഓക്കെ, നമുക്കപ്പോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നു.
Sir, ആണോ പറഞ്ഞു. ഈ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷന്റെ സിറ്റുവേഷൻ വരുമ്പോൾ അതിനകത്ത് ഈ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഈ അലൊക്കേഷൻ ചെയ്യുമോ? ഇല്ല, സിംഗിൾ പെർഫോമൻസ് അല്ല. Okay. മൊത്തത്തിൽ ആ സർവീസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ആ സർവീസ് പീരീഡിനനുസരിച്ച് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു പോകും. Okay. പെർഫോമൻസ് ഒബ്ലിഗേഷൻ സിംഗിൾ ആണെങ്കിൽ പിന്നെ റവന്യൂ റെക്കഗ്നേഷൻ ഒരു രീതിയിലേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നെങ്കിൽ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം. അല്ല ഇപ്പൊ കണ്ട പോലെ രണ്ടും വരത്തില്ല. ഇപ്പൊ എന്താ നടന്നേ? ആ സാധനം വിറ്റപ്പോ കാറിന്റെ പോയിന്റ് ഓഫ് ടൈമും സർവീസ് എന്തായി? ഓവർ ദ പീരീഡുമായി. അപ്പോൾ മറ്റേ സിറ്റുവേഷനിൽ അങ്ങനെ ആയിരിക്കത്തില്ല. എന്തായാലും ഒരു റവന്യൂ അല്ലേ ഉള്ളൂ. ആ റവന്യൂവിന് ഒരു രീതിയെ കാണത്തുള്ളൂ. ഒന്നെങ്കിൽ പോയിന്റ് ഓഫ് ടൈം റെക്കഗ്നീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം റെക്കഗ്നീഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലെറ്റ്സ് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ക്ലീനിങ്ങിന്റെ സർവീസ് ഒക്കെ ആണെങ്കിൽ അത് സർവീസ് ആണ്. ചിലപ്പോൾ അത് കോൺട്രാക്ട് ബേസിൽ എടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോകുന്നത്. സോ ഇൻ എ വേ ഇറ്റ്സ് ലൈക്ക് ഓവർ ദ പീരീഡ് ആണ്. അല്ല പൈസ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യത്തില്ല? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഓക്കെ. So just read this exhibit number 1. So നമ്മളൊരു past paper scenario ആണ്. So first one, exhibit number 1, the apartment blocks. So ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റവന്യൂ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളതാണ്. So if you look at the question, the Calicut company builds apartment blocks which normally takes 2 years to complete from the date of signing the contract. The title and possession and therefore the control of the apartment blocks pass to the customer upon the completion of construction. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ FR നമ്മളൊരു പെർസ്പെക്റ്റീവില് കൺസ്ട്രക്ഷൻ എന്ന് കേട്ടാൽ അതെന്താ? ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ? പക്ഷെ SBR അത് ഭയങ്കരമായിട്ടും അവർക്ക് അറിയാം. നിങ്ങൾ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിലായിരിക്കും വരുന്നെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഫർദർ ഇഫ് യു ലുക്ക് ഇൻ ദിസ് ക്വസ്റ്റ്യൻ അവർ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ടൈറ്റിൽ, പൊസിഷൻ ആൻഡ് ദ കൺട്രോൾ ഓഫ് ദ അപ്പാർട്ട്മെന്റ് ബ്ലോക്സ് എപ്പോഴേ പാസ് ആവത്തുള്ളൂ കസ്റ്റമറിലേക്ക്? ഓൺലി അപ്പോൺ ദ കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതും എപ്പോഴായിരിക്കും? ഓൺ കംപ്ലീഷൻ ഡേറ്റ്. ആ പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. യെസ്, ആ പർട്ടിക്കുലർ ടൈറ്റിൽ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ കംപ്ലീഷൻ കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ കൺട്രോൾ ട്രാൻസ്ഫർ ആയത് എന്നാ? The control is transferred when the construction is completed at the point of time. അപ്പൊ ഇവിടെ ആ പർട്ടിക്കുലർ അക്കൗണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്ന ലോജിക് എന്താ? പോയിന്റ് ഓഫ് ടൈം റെക്കഗ്നൈസ് ചെയ്യാനാണോ? അല്ല. പുള്ളി പറയുന്നത് പ്രൈസ് വിച്ച് ഇസ് പേയബിൾ ഓൺ കംപ്ലീഷൻ ഇസ് 9.55. ഓൾട്ടർനേറ്റീവ് കസ്റ്റമറിന് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പം അന്ന് 9.55 കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നിപ്പോ എത്ര തരാം? 8.5 തരാം. പക്ഷെ the Calibra immediately recognize 8.5 million as revenue the customer pay when they sign the contract. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് പോയിന്റ് ഓഫ് കംപ്ലീഷൻ. ആ പോയിന്റ് ഓഫ് കംപ്ലീഷനിലായിരിക്കണം നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? റവന്യൂ റെക്കഗ്നൈസ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ നമുക്ക് വരുന്നൊരു പോർഷൻ. സോ ആ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ അതിന്റെ ആൻസറിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും മെൻഷൻ ചെയ്യാൻ പോകുന്നത്? What all things we can mention there? Revenue can be recognized after the transfer of possession, like the point of time. Step number 5 ആണ് ഇവിടെ മെൻഷൻ ചെയ്ത് പറയേണ്ടത് അല്ലെ? We have to mention step number 5.
കാരണം സ്റ്റെപ്പ് നമ്പർ 5-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? റവന്യൂ റെക്കഗ്നിഷൻ. റവന്യൂ റെക്കഗ്നീഷൻ പറയുന്നത്. സോ ബേസിക്കലി വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ ആണോ? And this 8.5 million cash receive ചെയ്തത് deferred income ആയിട്ടല്ലേ ഷോ ചെയ്യേണ്ടത്? അതെ അതെ. ആ ടൈമിൽ 8.5 million കിട്ടിയത് നമ്മൾ ഡെഫേർഡ് ഇടും. We'll treat it as deferred income. സാർ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 3 to 4 marks ഉണ്ടാവും. സോ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പിക്ചർ എന്താ? ഫസ്റ്റ് നമുക്ക് we have to mention about step number 5. Then ഇവിടെ ആ കംപ്ലീറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്നേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ? At the point of completion At of the point construction. when we are transferring the rights, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റിലായിരിക്കും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവര് നേരത്തെ ക്യാഷ് തന്നപ്പോ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്താ? അത് നേരത്തെ റവന്യൂലോട്ട് ആക്കാന്നുള്ളതാണ്. അത് കറക്റ്റ് ആണോ? അല്ല, അത് deferred 2 income year ആയിട്ടാണ് ഡിലേ treat ചെയ്യുന്നത്. വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു സിഗ്നിഫിക്കന്റ് ഫിനാൻസിങ് കമ്പണന്റും വരുന്നുണ്ട് അവിടെ അല്ലെ? സോ ഇൻ ദാറ്റ് സിനാരിയോ റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് at the present value. Present value നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യാം. 8.5 million കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യാം. സോ ഒരു 2 വർഷം കഴിയുമ്പോൾ ലയബിലിറ്റിയുടെ വാല്യൂ എന്താവും? 9.55 million ആവും. Is it clear everyone? വേറെ എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇതൊരു കൈൻഡ് ഓഫ് ഇൻവെന്ററി അല്ലേ? മീൻസ് സി ദ കമ്പനി ഹു ബിൽഡ്സ് ദാറ്റ് അപ്പാർട്ട്മെന്റ്, അവരെ സംബന്ധിച്ചോളം ഇതൊരു കൈൻഡ് ഓഫ് ഇൻവെന്ററി ആണ്. അപ്പോ ഇൻവെന്ററി ആണ്, ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 2 years ടു കംപ്ലീറ്റ് ഇറ്റ്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് അസറ്റ്സ് ആണ്? ക്വാളിഫയിങ് അസറ്റ് ആണ് അല്ലെ? അപ്പോ നമ്മൾ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അൺവൈൻഡിങ് കോസ്റ്റ് വരുമല്ലോ. ബിക്കോസ് 9.55 ഈക്വലന്റ് ആയിട്ട് എത്ര നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇന്ന് 8.5 ആണ് ലയബിലിറ്റി. ആ അൺവൈൻഡിങ് കോസ്റ്റ് ഇല്ലേ, അതെന്താ? ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിനെ ഇവിടെ കളക്ട് ചെയ്യാം? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ്, ദാറ്റ് ഈസ് ദ ബോറോയിങ് കോസ്റ്റ് അല്ലേ അത്? ബിക്കോസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് എ സോർട്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ്. ഇത് എന്ത് ടൈപ്പ് അസറ്റ് ആണ്? ക്വാളിഫയിങ് അസറ്റ് ആണ്. ഓൾമോസ്റ്റ് 2 years ടു കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. വി ക്യാൻ ക്യാപിറ്റലൈസ് ദ വാല്യൂ ഓഫ് അസറ്റ്. അതൊരു ആഡ് ഓൺ പോയിന്റ് പറയേണ്ടതാണ്. അതെല്ലാം ചിലപ്പോൾ നമുക്ക് ഡയറക്ട്ലി കത്തത്തില്ല. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഈ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രസന്റ് വാല്യൂവിൽ എന്ത് ചെയ്യാം? റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇവിടെ എന്ത് വരും? അൺവൈൻഡിങ് കോസ്റ്റ് ഒക്കെ വരാം അല്ലെ? അപ്പൊ ആ അൺവൈൻഡിങ് കോസ്റ്റിനെ നിങ്ങൾക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാം? വി ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് IAS. ഏതാ ബോറോയിങ് കോസ്റ്റിന്റെ സ്റ്റാൻഡേർഡ്? 36 അല്ല, IAS 36 ഇമ്പയർമെന്റ് ആണ്. 23. ഓക്കെ, സോ IAS 23 ബോറോയിങ് കോസ്റ്റ് ആണ്. കാരണം ഇവിടുത്തെ ഈ അൺവൈൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? Unwinding cost is the interest cost. Basically, it's the interest cost that we incurred on qualifying asset. And the qualifying assets എന്ന് വെച്ചാൽ asset which take substantial period of time for its completion. ഓക്കെ, കുറച്ച് സമയം എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അസറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ്
കമ്പനിയുടെ ഒരു ഇൻവെന്ററി ആയിട്ട് നമുക്ക് പറയാം. ബിക്കോസ് ഇറ്റ്സ് എ ക്വാളിഫയിങ് അസറ്റ്. കാരണം 2 വർഷം ടൈം എടുത്തിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ 8.5 മില്യൺ നിങ്ങൾക്ക് കിട്ടുമല്ലോ ക്യാഷ്. ആ 8.5 മില്യൺ കിട്ടുന്നത് നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നേ? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് liability. Deferred income. And 8.5 million 2 years over the 2 years we need to unwind it. അല്ലേ? അത് നമ്മൾ അൺവൈൻഡ് ചെയ്യണ്ടേ? അൺവൈൻഡ് ചെയ്തിട്ട് at the end of second year the liability increases to എത്ര വരും മക്കളെ? 9.55 മില്യൺ ആവും. അപ്പൊ എന്തായിരിക്കും എൻട്രി? അപ്പൊ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ലയബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യും. ഡെബിറ്റ് ലയബിലിറ്റി 9.55 മില്യൺ. എന്നിട്ട് ഈ പൈസ എങ്ങോട്ട് പോകും? അപ്പൊ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം അല്ലെ? ആ പൈസ അപ്പൊ നമ്മൾ റവന്യൂയിലോട്ട് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ 2 years ടൈം പീരീഡിൽ വരുന്ന ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? Capitalize here. We have to capitalize it to P&L. അസറ്റിന്റെ വാല്യൂലേക്ക് നമ്മൾ capitalize. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ റെക്കഗ്നീഷൻ. Then over the 2 years period എന്താക്കണം എന്നുള്ളത്? Then at the end of year 2 എന്ത് സംഭവിക്കുന്നുണ്ട്? So we have to explain all these factors. Okay ആണോ മക്കളെ? So just read this question. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. So again we can just revise it. So September December 2019 amended question ആണ്. So look at exhibit 1 and 2. ഇതും നമ്മുടെ റവന്യൂവിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഡിഗിവെയർ കമ്പനി. So just go through it. Exhibit 1 and 2 എന്ന് വായിച്ചേ. ഇവിടെ റിക്വയർമെന്റ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാന്നുള്ളതാണ്. അഡ്വൈസ്ഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്.
ഇതെന്താ സിറ്റുവേഷൻ? നമ്മൾ ഒരു കാര്യം സെല് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഇൻ റിട്ടേൺ നമുക്ക് തരുന്നത് എന്താ? They have issued us the shares. അപ്പോ ഷെയർസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കിട്ടുന്ന നോൺ ക്യാഷ് കൺസിഡറേഷൻ ആണ്. സോ ആസ് പെർ IFRS 15, ഇഫ് യു ആർ റിസീവിംഗ് നോൺ ക്യാഷ് കൺസിഡറേഷൻ നമ്മൾ അതിന് എന്ത് എടുക്കണം? വി ഹാവ് ടു മെഷർ ഇറ്റ്സ് ഫെയർ വാല്യൂ. അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ നമുക്ക് തൊട്ട് താഴെ തന്നിട്ടുണ്ട്. ആ ക്ലാ മ്യൂസിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിന്റെ വാല്യുവേഷൻ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് അറൌണ്ട് 4 to 5 million by a professional valuer using a market based approach. അപ്പോ ആ 4 to 5 million എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്തെടുക്കാം? അപ്പോ 4 to 5 million ഒരു, കാരണം നമ്മളെ കമ്പനി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഈ ഒരു വാല്യുവേഷൻ പുള്ളി എടുത്തേക്കുന്ന എന്തിന്റെ ബേസിലാണ്? The valuation is based on controlling interest in the comparable listed company. പക്ഷെ ക്ലാ മ്യൂസിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പൊ അൺലിസ്റ്റഡ് കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ എന്തിനേക്കാളും കുറവായിരിക്കും? ലിസ്റ്റഡ് കമ്പനിനേക്കാളും കുറവായിരിക്കും. നമ്മൾ അതിന്റെ ഒരു ആവറേജ് വാല്യൂ എടുക്കുക. സോ 4 to 5 million ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര? 4 + 5 ഒരു എത്ര വരും? അപ്പം 4.5 million വരും. അതിൽ നമുക്ക് കിട്ടുന്ന സ്റ്റേക്ക് എത്ര മക്കളെ? 7%. അപ്പൊ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന എത്ര ആയിരിക്കും? ഡെബിറ്റ് ഷെയർ ആണ് കിട്ടിയത്. അപ്പൊ ഒരു ഷെയർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. 315,000. ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? റവന്യൂ 315,000. ഓക്കെ ആണോ മക്കളെ? സോ ഇവിടെ നമ്മൾ IFRS 15 ആ നോൺ ക്യാഷ് കൺസിഡറേഷന്റെ റൂൾസ് ആണ് എഴുതേണ്ടത് കേട്ടോ. ആ മൊത്തം നോളജ് പാർട്ട് എഴുതുക. ദെൻ വി ഹാവ് ടു ഷോ ദിസ് കാൽക്കുലേഷൻ. അപ്പോ ഇനിഷ്യൽ റെക്കഗ്നീഷൻ ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ഹൗ വിൽ ഇനിഷ്യലി റെക്കഗ്നൈസ് ഇറ്റ്. സബ്സിക്വന്റ്ലി എന്ത് വേണം? വി നീഡ് ടു റീമെഷർ. നമ്മൾ എന്ത് റീമെഷർ ചെയ്ത് പോകണം? ഷെയർസിന്റെ ഫെയർ വാല്യൂ റീമെഷർ ചെയ്ത് പോകാം. സോ എങ്ങനെ റീമെഷർ ചെയ്യുന്നേ? കാരണം ക്ലോസിംഗ് ആയപ്പോഴത്തേക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ, അവരുടെ ഷെയറിന്റെ ഫെയർ വാല്യൂ എത്രയായി? ഫോർ ദ ഇയർ എൻഡഡ് ദ സെയിൽ വെയർ 1 million and further valuation report has been produced by the professional valuer which indicated that Clam Music was valued in the region of 6 to 7 million. അപ്പൊ എത്ര? 6 to 7 million എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 6.5 million വരും. 6.5 million-ന്റെ 7% എന്ന് പറയുമ്പോൾ എത്രയാണ്? 4,55,000. സോ ആ ഇൻക്രീസ് വന്നല്ലോ. സോ ദ ഫിനാൻഷ്യൽ അസറ്റ് ഷെയറിന്റെ വാല്യൂ കൂടി. എത്രയാണ് ഇൻക്രീസ് വന്നേ? 140,000 ആണ് ഇൻക്രീസ് വന്നത്. സോ നമ്മൾ എവിടെ കാണിക്കും? either in P&L or OCI. അല്ല റവന്യൂലോട്ട് കൂട്ടുമോ? അത് ഇല്ല. റവന്യൂ വിൽ ബി ഹൗ മച്ച്? ഇനിഷ്യലി റെക്കഗ്നൈസ് ചെയ്ത എമൗണ്ട് തന്നെ ആയിരിക്കും എന്ത്? നമ്മുടെ റവന്യൂ. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ. ആ ഫർദർ ഇൻക്രീസ് നമ്മൾ എന്ത് ചെയ്യാ? we have to show it in P&L or OCA as per IFRS 9. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഷെയർ കിട്ടിയതിന്റെ ആ ഒരു പാർട്ട് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ? Is it clear everyone? ഓക്കെ. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യനകത്തില്? Digware will also receive a 5% of future sales revenue as revenue of the license. അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ വർഷം മൊത്തം എത്ര സെയിൽസ് വന്നേ? 1 million.
For the financial year end, the sale of the Clam Music were 1 million. But 1 million ഒരു royalty അവർക്ക് കിട്ടും. എത്ര? Yes. അപ്പോൾ royalty revenue എത്രയാണ്? 5% of 1 million, which is 50,000. അത് അവർക്ക് എന്ത് ചെയ്യാം? They can recognize as additional revenue. പക്ഷേ മൊത്തം 3 വർഷത്തേക്കല്ലേ ഈ കോൺട്രാക്ട്? The contract is for how many years? 3-year period. അപ്പൊ നെക്സ്റ്റ് 2 ഇയേഴ്സിന്റെയും റോയൽറ്റി റവന്യൂ നമുക്ക് ഇപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ചെയ്യാൻ പാടില്ല. കാരണം അത് ഫ്യൂച്ചറിൽ വരുന്ന സെയിൽസ് ആണ്. അത് എത്ര വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ ആകെ ഇപ്പൊ എന്തിന്റെ മാത്രം റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോവാ? ഈ വർഷത്തെ മാത്രം റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോവാ. Is it clear, everyone? ഓക്കെ ആണോ മക്കളെ? സോ റവന്യൂവും അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഏരിയസ് മനസ്സിലായോ? ബാക്കി റവന്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇടാവേ. സോ ഐ തിങ്ക് ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ഓൾമോസ്റ്റ് ഒരു 4 hours ആയാലും. സാർ എക്സൽ ഒന്നും കൂടി കാണിക്കുമോ? നോട്ട് ചെയ്തോളാം. ആ സാർ നോട്ട് ചെയ്തു. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ടാക്സ് ലീസ് ആണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരിക്കും നമുക്ക് ഇനി ക്ലാസ് വരുന്നുണ്ടാവുക. അപ്പൊ ഇന്ന് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റും അതേപോലെ റവന്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഐ തിങ്ക് ഓൾമോസ്റ്റ് ഡൺ. ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് ടാക്സും ലീസും ഒന്ന് പഠിച്ചിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ. ഓക്കെ, ബാക്കി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ റിവിഷൻ കിറ്റ് ഷെയർ ചെയ്യാം. അതിലുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ നമ്പേഴ്സിനെ ആയിട്ടേക്കാം. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഒരു 50% എബോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ബാക്കി ഒന്ന് ചെയ്യുക, ചെയ്യുന്ന ഒന്ന് എഴുതുകയും കൂടെ ചെയ്യുക. കേട്ടോ? ഓൺലൈൻ ഉള്ളവരാണെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണേ. കേട്ടോ മക്കളെ? ശരി, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം.